ഭാഗ്യവാരം. എക്സലന്റ് അസ്ട്രോളജിസ്റ്റ് ജ്യോതിഷ താന്ത്രിക തിലകം ദേശീയ അന്തർദേശീയ അവാർഡുകൾ നൂറുകണക്കിന് കരസ്ഥമാക്കിയ 30 ലക്ഷത്തിലധികം പ്രേക്ഷകർക്ക് താന്ത്രിക ജ്യോതിഷ വാസ്തു പ്രഭാഷണം നടത്തിയിട്ടുള്ളതുമായ ഡോക്ടർ ശ്രീ കുടമാളൂർ ശർമാജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് ജൂൺ മാസത്തെ മേടരാശിക്കാരുടെ സാമാന്യ ഫലങ്ങൾ, അതായത് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം, അതായത് ഒരു നക്ഷത്രം 4 പാദമാണ്. ഒരു മേശയ്ക്കും കസേരയ്ക്കൊക്കെ 4 കാലില്ലേ എന്ന് പറഞ്ഞാൽ 4 പാദമാണ്. അതിലാദ്യത്തെ പാദം മേടൻ രാശിയിൽ വരും. ഇതിനെ മേടക്കൂറെന്നും മേടരാശി എന്നും ജ്യോതിഷന്മാർ പറയും. എളുപ്പമുണ്ട് ഇത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കുമൊക്കെ. അപ്പോൾ ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ അവനോൻ ജനിക്കുന്ന ജന്മസമയം ജാതകനില വെച്ചുള്ളതാണ് കൃത്യമായി മനുഷ്യന് ദൈവം തലയെ വരച്ചിരിക്കുന്നത്. എങ്കിലും അതിനെ നമ്മൾ ഓരോ മാസമായിട്ടും ഓരോ വർഷമായിട്ടുമൊക്കെ ഭാഗിച്ച് വലിയൊരു അരുവാപ്പീസ് നമ്മൾ മുറിച്ചെടുക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ ജൂൺ മാസത്തെ ഫലമായിട്ട് മേടരാശിയുടെ പറയുന്നു. മൊത്തത്തിൽ ഒരു അലുവാപ്പീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനൊക്കെ നമ്മൾ വിശേഷത്തിന് അലുവാപ്പീസ് എടുക്കുന്നില്ലേ, അതാണ് മൊത്തത്തിലുള്ള ജാതക ഫലം. അത് ജനനസമയത്ത് ദൈവം ഓരോരുത്തർക്ക് ജനനസമയം അനുസരിച്ച് ഫലം കൊടുത്തിട്ടുണ്ട്. അതാണ് കൃത്യം. എങ്കിലും അത് നമുക്ക് എല്ലാവരുടെയും ജനനസമയം വെച്ച് പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഓരോ നക്ഷത്രങ്ങൾ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ പറയും. ആ പറയുന്നതിലാണ് മേടരാശിക്കാർക്ക്. സാമാന്യേന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ, വൃദ്ധന്മാരും അല്ലെ വൃദ്ധകൾ വരെ ഉള്ളവർക്ക് വേണം പറയാനായിട്ട്. കാരണം എല്ലാവർക്കും വ്യക്തിത്വങ്ങളുണ്ട്. കോമൺ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ജൂൺ മാസത്തിൽ മഴ പെയ്യും, സത്യമാണ്. പക്ഷേ എന്ന് പെയ്യും, 1-ാം തീയതി അല്ല അതിന് മുമ്പ് മഴ തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവും. അത് പ്രേക്ഷകർക്കറിയാം. പിന്നെ പ്രേക്ഷകർക്കും ജനനസമയമൊന്നും അങ്ങോട്ട് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നാളെന്താണെന്നൊക്കെ ഉള്ളത് അറിയാം. ഇതിനകത്തൊക്കെ ഇപ്പോൾ ഉള്ള ഡെലിവറിയിൽ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ കൃത്യമായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. 40-40 കൊല്ലം മുമ്പ് അതൊന്നുമില്ല, ഒരു നാൾ മാത്രം. പിന്നെ അപൂർവം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെയാണ് ഇതൊക്കെ കുറിച്ച് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ജനറേഷന് കൃത്യമായിട്ട് ജനനസമയമൊക്കെ അറിയാം. നല്ല കാര്യമാണ്. അപ്പോൾ ആ മേടരാശിക്കാർക്ക് പൊതുവെ ജാതി, മത, രാഷ്ട്രീയ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഏത് ജാതിക്കാർക്കും ഏത് മതസ്ഥർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും, അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ എല്ലാവർക്കും തുല്യമാണ് അവകാശം, ഫലങ്ങളും തുല്യമാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ജോലി കിട്ടും, അതാണെന്നും പെണ്ണിനും ജോലി കിട്ടാം. പണ്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോവില്ല. അപ്പം അങ്ങനെ നമ്മൾ പുതുക്കി എടുത്തിരിക്കുന്നതാണിത്. എല്ലാവർക്കും കോമൺ ആയിട്ട് സ്ത്രീ, പുരുഷൻ, പണ്ഡിതൻ, പാമരൻ, കുബേരൻ, കുചേലൻ, ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഈ രാശിക്കാർക്ക് ഈ ജൂൺ മാസം ജനറലായിട്ട് വളരെ ചൂടേറിയതും വളരെ മൂർച്ചയുള്ളതും വളരെ കാഠിന്യമുള്ളതുമായ അതിശീഘ്രമായിട്ടുള്ളതും കുടുംബ കാര്യങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, തൊഴിൽ, ഗവൺമെൻറ് ജോലിയാവാം, പ്രൈവറ്റാവാം, വിദേശ ജോലിയാവാം, നാട്ടിലാവാം, നിർമ്മാണം ആവാം, തൊഴിലാളിയാവാം, മുതലാളിയാവാം, തൊഴിൽ, ഏത് തൊഴിൽ ചെയ്യുന്നു, തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല വലിയ പ്രാധാന്യമുള്ളതാണ്. സാമ്പത്തിക മേഖലയിൽ, ദാമ്പത്യ മേഖലയിൽ, ദാമ്പത്യവും വലിയ വിഷയമാണ്. ഇപ്പോൾ സന്തുഷ്ടമായ ഒരു ദാമ്പത്യം ദൈവം അറിഞ്ഞു കൊടുക്കണം, സന്തുഷ്ടമായൊരു കുടുംബം. അതുപോലെ തന്നെ ഇടപെടും മേഖലകൾ, ഒരാൾക്ക് പല വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ചുറ്റുപാടുകൾ, അവനവൻ വ്യാപരിക്കുന്ന മേഖലകൾ പലതാണ്. കല, രാഷ്ട്രീയം,
മതം, ജാതി, സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവർ. അവർക്ക് ഗവൺമെൻറ് ജോലിയൊന്നുമില്ല. രാഷ്ട്രീയത്തിനും മതത്തിനും കലയ്ക്കും ഒക്കെ പ്രാധാന്യം കൂടിയിരിക്കുന്ന ഒരു നൂറ്റാണ്ടാണിത്. പ്രിയമേറിയിരിക്കുന്ന ഒരു നൂറ്റാണ്ടാണ്. ട്രേഡ് യൂണിയൻ, അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികൾ, മുതലാളി, തൊഴിലാളി, ഇടപ്രഭുക്കന്മാർ, സിനിമ പിടിക്കുന്നവർ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഉൾപ്പെടെ ചൂടേറിയതും അതിശീഘ്രവും കടുപ്പമേറിയതും മൂർച്ചയുള്ളതുമായ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളും തടസ്സങ്ങളും രോഗങ്ങൾ, വിവിധങ്ങളായ വിഘ്നങ്ങൾ അതിൽ വിദ്യാർത്ഥികൾക്ക് വരും, ഉദ്യോഗാർത്ഥികൾക്ക് വരും, ഉദ്യോഗത്തിൽ സർവീസിലിരിക്കുന്നവർക്ക് വരും, അതുപോലെ വിദേശത്തേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പേപ്പറിൻ്റെ കാര്യമോ നിയമനത്തിൻ്റെ കാര്യമൊക്കെ വരും. ഇങ്ങനെ ഉള്ള സമസ്ത മേഖലകളിലും, കയ്പുള്ള മേഖലകളിലെല്ലാം മൂർച്ചയുള്ളതും ചൂടേറിയതും കയ്പേറിയതും അത് അതിശീഘ്രവുമായ പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ശത്രുക്കൾ, ഇവയെല്ലാം ഒത്തിണങ്ങി രോഗങ്ങളും ഇതെല്ലാം കൂടെ വരുന്നതാണ് ഈ ജൂൺ മാസത്തിൻ്റെ ഒരു പൊതുഫലം. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ പ്രാപിക്കണ്ടേ? ഇങ്ങനെ പൊതുഫലം ജൂണിൽ വന്നാൽ ഒക്കുകയല്ലോ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ 10-ാം തീയതി, 11-ാം തീയതി, 12-ാം തീയതി ഈ വക ദുഃഖത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, തൊഴിൽ, കുടുംബം, ദാമ്പത്യം, സാമ്പത്തികം, ശത്രുക്കൾ, സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി, ഈ വക മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ആ പ്രയാസം, ചൂടേറിയ പ്രശ്നങ്ങൾ, കയ്പേറിയ പ്രശ്നങ്ങൾ, മൂർച്ചയുള്ള പ്രശ്നങ്ങൾ, ശത്രുക്കൾ, തടസ്സങ്ങൾ, കലാരാഷ്ട്രീയ മേഖലകൾ, ഇവയിലെല്ലാം ഉണ്ടായിരുന്ന ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറി, കാർമേഘം മാറി സൂര്യപ്രകാശം ലഭിക്കുന്നത് പോലെ, സൂര്യൻ്റെ പ്രകാശത്താൽ മഞ്ഞുരുകുന്ന പോലെ ഈ വക പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും 10, 11, 12 തീയതികളിൽ മാറി ഈശ്വരാനുഗ്രഹം, മനസ്സന്തോഷം, കുടുംബ ഐശ്വര്യം, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സംതൃപ്ത ദാമ്പത്യം, സാമ്പത്തിക രംഗം, പുതിയ ഉറവിടം, പണം, പുതിയ തൊഴിൽ മേഖലകളോ അല്ല ഉള്ള തൊഴിലിൽ സംതൃപ്തിയോ അതിൽ നിന്ന് വരുമാനമോ കച്ചവടക്കാർക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയ, കല, മത, ട്രേഡ് യൂണിയൻ, സാമൂഹ്യ ബന്ധങ്ങളിൽ നിർമ്മാണ തൊഴിലാളികളും അനവധി തൊഴിലാളികളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വൻ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ 10, 11, 12 തീയതികളിൽ ആശ്വാസങ്ങളും രക്ഷാകവാടങ്ങളും ഉണ്ടാവും. നന്മകളുടെ പൂച്ചെണ്ടുകൾ തേടി വരും. മനസ്സന്തോഷം, മനസ്സമാധാനമായിട്ട് ഫുഡ്, ഉറക്കം, ഇങ്ങനെയുള്ളതും കൈപ്പേറിയ ദാമ്പത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെ ആശ്വാസം, രോഗികൾക്ക് ആശ്വാസം. അതുപോലെ തന്നെ രോഗികളൊക്കെ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഡോക്ടറെയും നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ഈ ദിവസങ്ങളിൽ കിട്ടും. കച്ചേരിയും കോടതിയും കേസും മടുക്കുമായിട്ട് നിൽക്കുന്നവർക്ക് ഏറെക്കുറെ അനുകൂലമായ ജഡ്ജ്മെൻറ്റോ, നിങ്ങൾ വെളിയിൽ പോയി കോംപ്രമൈസ് ആക്കിയിട്ട് വാ, കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീർത്തേക്കാം എന്നൊക്കെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവുമോ ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുന്നവർക്ക്, ജോലിയില്ലാതിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ഒരു ജോലി, ഉന്നതന്മാരോ അല്ലെങ്കിൽ നല്ല സൗഹാർദ്ദമുള്ളവരോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തിനും ഏതിനും നല്ല ദിവസങ്ങളായിട്ട് ഈ 10, 11, 12 ദിവസങ്ങളിൽ ഈ ജൂൺ മാസത്തിൽ ഉരുണ്ട് കൂടിയ കാർമേഘങ്ങൾ പെയ്തൊഴിയും. പകരം മധുരതരമായ ജീവിതങ്ങൾ കാറ്റുവെക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ തരത്തിൽ. ഒരു കൊച്ചുകുഞ്ഞിന് അതിൻ്റെ രീതിയിൽ, ഒരു പടുവൃദ്ധയ്ക്കും അതിൻ്റെ രീതിയിൽ, കൗമാരത്തിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ രീതിയിൽ, തൊഴിലാളിക്ക് അതിൻ്റെ രീതിയിൽ, മുതലാളിക്ക് അതിൻ്റെ രീതിയിൽ, ഒരു അഭിനേതാവിന് അതിൻ്റെ രീതിയിൽ, ഒരു സംവിധായകൻ അതിൻ്റെതായ രീതിയിൽ, ഒരു ആങ്കർക്ക് അതിൻ്റെതായ രീതിയിൽ, ഒരു ഫോട്ടോഗ്രാഫർക്ക് അതിൻ്റെതായ രീതിയിൽ, ഒരു കൂലിപ്പണിക്കാരൻ അതിൻ്റെതായ രീതിയിൽ, എന്തിനും ഏതിനും 10, 11, 12 തീയതികളിൽ രക്ഷാകവാടം, സഹായഹസ്തങ്ങൾ, നന്മകൾ, സന്തോഷങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ
ഇതിൻ്റെ കാഠിന്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന് ജ്യോതിശാസ്ത്രപരമായിട്ട് മൃത്യുഞ്ജയം എന്ന് പറയുന്ന കർമ്മമാണ്. അത് പൂജാകർമ്മങ്ങൾ, ഹോമവിധികൾ ഒക്കെ ചെയ്ത് വൻ പ്രസ്ഥാനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മേടക്കൂറുകാരായ വിവിധ മേഖലകളിൽ നിൽക്കുന്നവർക്ക് ഈ വക കർമ്മങ്ങൾ ചെയ്ത് മഴയത്ത് കുട പോലെ കാഠിന്യം കുറയ്ക്കാം, ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ലേഹ്യവും കുഴമ്പുമൊക്കെ കഴിച്ചും കർക്കിടമാസത്തിൽ ആയുസ് ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കുന്നില്ലേ? ഗ്ലൂക്കോസും ഒക്കെ കഴിച്ച് പൊടിയരിക്കഞ്ഞിയൊക്കെ കഴിച്ച് എന്ന് പറയുന്ന പോലെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഒരു പരിധി വരെ. അങ്ങനെയെല്ലാം നോക്കി സംതൃപ്തമായി അടുത്ത ജൂലൈ മാസത്തെ പുതിയ സംഭവങ്ങളും വിഭവങ്ങളുമായി നാം തങ്ങളിൽ കൂടിക്കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മേടരാശിയിലെ ഫലങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അടുത്തതായി നമുക്ക് ഇടവരാശിയിലെ ഫലങ്ങളിലേക്ക് പോകാം. ശർമ്മജി, ഈ ഇടവരാശിയിൽ എങ്ങനെയാണ് ജൂൺ മാസത്തിലെ ആൾക്കാരുടെ ജൂൺ മാസത്തിലെ കാർത്തികയുടെ 3/4 ഭാഗം ഇടവരാശി വരും. അതായത് 2, 3, 4 പാദം. അപ്പോൾ കാർത്തിക 3/4 എന്ന് പറയും. രോഹിണി നക്ഷത്രം, മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഈ 2 നക്ഷത്രം അടങ്ങുന്നതാണ് ഇടവരാശി. ഇടവരാശിപ്പെട്ടവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, പ്രായഭേദമന്യേ അവരവരുടേതായ കുടുംബകാര്യങ്ങൾ, തൊഴിൽപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക മേഖല, കുടുംബത്തിൽ ഭാര്യാഭർത്തൃ ജീവിതം, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഉള്ള സേവിങ്സ്, പുതിയ വസ്ത്രം, ആഭരണം, ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങുന്ന കാര്യങ്ങൾ, വസ്തു, വീട്, വാഹനം, അങ്ങനെ ഉണ്ടല്ലോ എല്ലാ മോഹങ്ങളും. ഒരു ചെറിയ വീട് വെക്കണം, വസ്തു വാങ്ങണം, വണ്ടി വാങ്ങണം, മാല വാങ്ങണം, വള വാങ്ങണം, സ്വർണത്തിനൊക്കെ വിലയാണ്, എല്ലാത്തിനും വില കൂടുതലാണ്. ഒക്കെയുള്ള മോഹങ്ങൾ മനുഷ്യന്മാർക്കുണ്ടല്ലോ. ആഹാരം മാത്രം പോരല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം രാവിലെ ഒരു തീരുമാനം എടുക്കും, ഇങ്ങനെയുള്ള പോലെ ചെയ്യാം. ആ തീരുമാനം ഉച്ചയാകുമ്പോൾ അത് മാറും. അത് അങ്ങനെ ശരിയാവില്ല. കാരണം കുറച്ച് പണമുള്ളത് ഇന്ന ബാങ്കിൽ കൊണ്ടിട്ടേക്കാമെന്ന് വെച്ചപ്പം ഇന്നലെ മുതൽ അവിടെ പലിശ കുറച്ചു. അപ്പം വേറൊരു ബാങ്കിലേക്ക് ഇടാം. ഏതാ പെണ്ണെ കെട്ടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ കൊച്ചിനെ പഠിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വെളിയിലോട്ട് പോകാനുള്ളതാണ്, തൽക്കാലം ഒരു പലിശ കിട്ടുമല്ലോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് തീരുമാനങ്ങളെല്ലാം ഒന്ന് ഉച്ചയായപ്പം മൊത്തത്തിൽ കുടുംബകാര്യങ്ങളും തൊഴിൽ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഭാവി കാര്യങ്ങളും കഴിഞ്ഞു പോയതും വർത്തമാനകാലങ്ങളും ഒക്കെ ഒരു തീരുമാനത്തിലെത്തി വൈകുന്നേരം ആയപ്പോഴത്തേനും ആ തീരുമാനം മാറി. അതെന്താ? എല്ലാത്തിലും ഒരു സമൂലമായ മാറ്റം. വീണ്ടും പിറ്റേ ദിവസം അങ്ങനെ വന്നപ്പോഴത്തേനും അതിനകത്ത് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ തീരുമാനങ്ങൾ പിന്നെയും മാറി. ഇങ്ങനെ തീരുമാനങ്ങൾ എല്ലാം ഉറച്ച തീരുമാനങ്ങൾ ഉറയ്ക്കാതെ പോകും. ഉറപ്പിക്കേണ്ട തീരുമാനങ്ങളും എഴഞ്ഞെഴഞ്ഞു പോകും. മോഹങ്ങളും സ്വപ്നങ്ങളും അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. കഴിഞ്ഞു പോയ ശത്രുക്കളും വിരോധികളും പിണക്കക്കാരും അസൂയക്കാരും പിന്നാലെ പായുന്നു. ഇവയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി ഒരു തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് കച്ചവടക്കാർക്കാണ് എങ്ങനെ, സാമൂഹ്യ പ്രവർത്തകർക്കാണ് എങ്ങനെ, ജോലിക്കാർക്കാണ് എങ്ങനെ, മറ്റ് ഇതര മേഖലകളിൽ വ്യാപരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏത് സിലബസ് എടുക്കണം, ഏത് കോളേജിൽ പോകണം, ഏതാണ് ഐറ്റം എടുക്കേണ്ടത്, ഫസ്റ്റ് ഗ്രൂപ്പ് വേണോ സെക്കൻഡ് ഗ്രൂപ്പ് വേണോ, തീരുമാനങ്ങളെടുത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ വലിയ ഹോപ്പില്ല, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം എന്നായി. ഉടനെ സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കോട്ട തികഞ്ഞു അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതിനൊക്കെ ഓടുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ കോളേജിൽ എല്ലാം പിന്നെ കോട്ട തീർന്നു. പിന്നെ നമുക്ക് മന്ത്രി ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെ വേണം കിട്ടാനായിട്ട്. ഹൈ റെക്കമെൻഡ്. തീരുമാനങ്ങൾ ഇങ്ങനെ മാറി മാറി ഒരു തീരുമാനം എടുക്കുന്നതിന് അയഞ്ഞൊരു തീരുമാനങ്ങളാണ് സമസ്ത മേഖലയിലുള്ള ഈ രാശിപ്പെട്ട സമസ്ത നക്ഷത്രക്കാർക്ക് സകല ഫീൽഡിലും
ഈ ജൂണിൽ അങ്ങനെ കൂട്ടിക്കൊഴിഞ്ഞ് എഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എല്ലാ കാര്യത്തിലും ഒരു സമസ്ത കാര്യത്തിലും ഒരു തണുപ്പൻ അതെ അതെ വിവരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പോരല്ലോ, എവിടെയെങ്കിലും ഒരു നങ്കൂരം ഇടണ്ടേ. ദൈവവിളി അവിടെ വരുന്നു. അതായത് 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതി, ജൂൺ 10, ജൂൺ 11, ജൂൺ 12. കൃത്യമായ ലക്ഷ്യബോധം, കൃത്യമായ തീരുമാനം, കൃത്യമായ മനസ്സമാധാനം, കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫർ വരുന്ന സമയങ്ങളാണ്. എങ്ങോട്ടേക്കെന്നൊന്നും തീരുമാനമില്ല. അങ്ങ് ദൂരോട്ടൊക്കെ കാടും മലയോളത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുടുംബസ്ഥർക്ക് വലിയ പാടാണ്. അരിയിലൊക്കെ പോയി കണ്ട് എങ്ങോട്ടെങ്കിലും അനുകൂലമായ ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ ആദ്യം ഇടുക്കിക്ക് മാറ്റാം. ഇടുക്കി ഇതിനേക്കാൾ കഷ്ടം. എന്നാൽ അങ്ങോട്ട് കോഴിക്കോടും അതും വേണ്ട, എനിക്ക് തിരുവനന്തപുരം തന്നെ വേണം. അപ്പം വേറെ 2-3 നേരം ഉപദ്രവിച്ചെങ്കിലേ അങ്ങോട്ട് കിട്ടുകയുള്ളൂ. നോക്കട്ടെ സീനിയോറിറ്റി. ഇങ്ങനെയൊക്കെ തീരുമാനമാകും. അതാണ് തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസൾട്ട് ഉദാഹരണമാണ് പറഞ്ഞത്. എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന കോള് വേണം, അത് പറ്റൂല. അപ്പോൾ എല്ലാത്തിനും കുടുംബകാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും കല്യാണ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ശമ്പള കാര്യങ്ങളിലും ആഹാര വിഹാരത്തിലും മത്സരാദി കാര്യങ്ങളിലും കമിതാക്കളുടെ കാര്യങ്ങളിലും വിദേശത്തേക്ക് ട്രൈ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ രാഷ്ട്രീയ കല സാമുദായിക മേഖലകളിൽ വിലസും വ്യക്തികൾക്കും എല്ലാത്തിനും തീരുമാനം 10-ാം തീയതി 11-ാം തീയതി 12-ാം തീയതി കൊണ്ട് തീരുമാനം ഉറപ്പിക്കും. അങ്ങനെ തീരുമാനം ഉറപ്പിച്ച് മനസ്സമാധാനം, സന്തോഷം, ഉറച്ച തീരുമാനം, ആ തീരുമാനത്തിലൂടെ ജീവിതം മുന്നോട്ട് ഒരു ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 29-30 തീയതിയാവുമ്പോൾ ജൂൺ മാസം ചില തൽപര കക്ഷികൾക്ക് എതിരുണ്ടാകുക, ചില അസൂയാലുകൾ, ചില കിംവദന്തികൾ, മാതൃകാപരമായി ജീവിച്ച് മുന്നോട്ട് വരുന്ന ആളുകളോട് ചില അസൂയക്കാർ, അപഖ്യാതികൾ, വിരോധികൾ, ചില ബോംബിംഗ് ഡൈനാമിറ്റുകൾ, ആളിനെ നിഷ്പ്രഭമാക്കാനുള്ള, സമനില തെറ്റിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഉള്ള ഭീതിജനകമായ കാര്യങ്ങളും എതിർപ്പുകൾ, ശത്രുക്കൾ, ഭീഷണികൾ, ഊമക്കത്തുകൾ, അല്ലെ മേലധികാരികളുടെ നുണ ഏഷണി, പഴയകാലത്ത് തിണ്ണനിറങ്ങുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇപ്പം കസേരയാണ്. അല്ലെങ്കിൽ ഓരോ നുണ ഏഷണിയൊക്കെ പറഞ്ഞ് 29-30 തീയതികളിൽ ഈ സമാധാനപരമായിട്ട് പോകുന്നവരെ, വിവിധ മേഖലകളിൽ നിൽക്കുന്നവരെ, വിവിധ ടെൻഷനിൽ നിൽക്കുന്നവരെ, വിവിധ മൂഡിൽ നിൽക്കുന്നവരെ ഇളക്കാനുള്ള ശത്രുക്കൾ അവരവരുടെ ഇടയിൽ നിന്നും വെളിയിൽ നിന്നൊക്കെ വരിക. അങ്ങനെ ഈ ജൂൺ മാസം അങ്ങനെ കവർ ചെയ്യുകയാണ്. ഒരു 10-11-12 തീയതികളിൽ കുറച്ച ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 29-30 ആകുമ്പോൾ അതിനെ ഇളക്കാനുള്ള തീയതികളിൽ അതിനെ ഇളക്കിക്കൊണ്ട് മാനസികപരമായിട്ട് അവിടെ ശത്രുക്കൾ വിചാരിച്ചാലും പലതും നടക്കൂലേ, എതിരാളികൾ വിചാരിച്ചാലും സമയദോഷം എന്ന് ജ്യോതിഷന്മാർ പറയുന്നു. 29-30 തീയതികളിൽ മനസ്സമാധാനപരമായിട്ട് ജീവിച്ച് വരവേ ഈ ശത്രുക്കളും കുതന്ത്രങ്ങളും എതിരാളികളും സമയദോഷങ്ങളും കൊണ്ട് നമ്മളെ തേജോവധം ചെയ്യാനായിട്ട് വരുന്നതിനെ ഒന്ന് കവർ ചെയ്യണ്ടേ? ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണ്ടേ? അതിന് ജ്യോതിഷപരമായ പ്രതിവിധി മഹാസുദർശനം. പിന്നെ അതേ ദിവസങ്ങളിൽ ഈ കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കാണാം. അവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് പാവങ്ങൾക്ക് ആഹാരം, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് മരുന്നിനുള്ള പണം, വസ്ത്രത്തിന്, പിന്നെ മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ട് നന്മ പറഞ്ഞു കൊടുക്കുക, വാച വാക്കുകൾ കൊണ്ട്. ഇപ്പോൾ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു, സംശയം ചോദിച്ചൊരു കൊച്ചു തരുന്നു വീട്ടിൽ, അതിന് ഫീസൊന്നും കൊടുക്കാനില്ല, അത് ഇന്ന പോലെയാണ് പഠിക്കുക. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി. ഒരാൾക്കും മേലെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നു, അല്ല എടുത്തുകൊണ്ട് അതിനെ ആഫീസിൽ കൊണ്ടുപോകുന്നു, ശരീരം കൊണ്ട്.
ഹസ്താഭ്യാം ബദ്ഭ്യാം, കൈകാലുകൾ കൊണ്ട്, ഉദരേണ ശിഷ്ണ, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള സൽപ്രവൃത്തിയും ഈ സമയങ്ങളിൽ ചെയ്യാം. ജ്യോതിഷപരമായി സുദർശന ഹോമം ചെയ്യുക. കൂടുതലായിട്ട് തൊഴിലാളികളെയൊക്കെ വെച്ച് വൻ പ്രസ്ഥാനങ്ങൾ ഓടിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് ചിലപ്പം ഈ അന്നദാനവും കാര്യങ്ങളും അല്ലെ നോയമ്പോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അങ്ങനെയുള്ളവർക്ക് ആ ജാതക നില ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് എത്ര ശതമാനം ഈ പീരീഡ് സൂക്ഷിക്കണം എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പൂജ ഹോമവിധികൾ ഉണ്ട്. സുദർശനം ആണ് ചെയ്യേണ്ടത്. മഹാസുദർശനം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഈ ജൂൺ മാസം അങ്ങ് അത്ഭുതകരമായി തരണം ചെയ്യുക. അങ്ങനെ തരണം ചെയ്ത് അടുത്ത ജൂലൈ മാസത്തെ സംഭവബഹുലമായ കാര്യങ്ങളും അടുത്ത പുതു മാസത്തെ പുതു വിഭവങ്ങളുമായി നമുക്ക് സംസാരിച്ച് അതിൻ്റെ പ്രവചനങ്ങളൊക്കെ കേട്ട് സംവദിച്ച് മുന്നോട്ട് പോകുവാനായി കൂടിക്കാണുന്നിടം വരെ പ്രേക്ഷകർക്കെല്ലാം നന്ദി, നമസ്കാരം. ഈശ്വരാധീനങ്ങൾ ഉണ്ടാവട്ടെ. ഇടവരാശിക്കാരുടെ ഫലങ്ങളാണ് ശർമാജി നമുക്കായി ഇപ്പോൾ പങ്കുവച്ചത്. ശർമാജി, അപ്പോൾ ഇനി മിഥുന രാശിക്കാർക്ക് ഈ ജൂൺ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മകയിരം നക്ഷത്രം, ഒടുവിൽ നാഴിക തിരുവാതിര, പുണർതം ആദ്യത്തെ 45 നാഴിക, അതായത് പുണർതം മുക്കാൽ. ഇതാണ് മിഥുന രാശി. ജാതിമത ഭേദമന്യേ, മതരാഷ്ട്രീയ ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര കുബേര കുചേര വ്യത്യാസമില്ലാതെ ഏവർക്കും ഈ മാസം പൊതുവെ ഗുണകരമാണ്. മാസങ്ങളായി പറയാനേ വർഷങ്ങളായി പലതരത്തിലുള്ള ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ്. അവയിൽ നിന്നെല്ലാം ഒരു മോചനത്തിൻ്റെ മണിനാദം മുഴങ്ങുന്ന ഒരു മാസമാണ്. തുടക്കം എത്ര വലിയവരാണെങ്കിലും ആദ്യം ജനിച്ച ഉടനെ കരയും, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കമളും, അത് കഴിഞ്ഞ് അരിയും, പിന്നെ എഴുന്നേക്കും, നടക്കുമ്പോൾ വീഴും, പിന്നെ ഓടുമ്പം വീഴും എന്നൊക്കെ പറയുന്ന പോലെ ആ ബാല്യമായ ആ ഒരു ദുഃഖങ്ങൾ പൊതുവെ ജൂൺ 2-ാം തീയതി, ജൂൺ 3-ാം തീയതി, ജൂൺ 4-ാം തീയതി വിവിധ മേഖലകളിൽ നിൽക്കുന്ന മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർ, മിഥുനരാശിക്കാർക്ക് കുടുംബപരമായും ഭരണപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും മറ്റ് സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി, മറ്റ് ഇതര ഇടപാടുകളിൽ വ്യാപരിക്കും മേഖലകൾ, എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ ശരിക്കും ശത്രുക്കൾ, അസൂയക്കാർ, തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, പ്രതികൂലികൾ, മുൻകാല വൈരാഗ്യങ്ങൾ, തൽക്കാലം നേരെയാവാൻ പോകുന്നു എന്നൊക്കെ ബോധ്യപ്പെട്ടിട്ട് വന്ന അസൂയാലുക്കൾ എന്നിവരുടേതായ പ്രകടനങ്ങൾ 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഉണ്ടാവും. അവരുടെ ക്ഷമ നശിക്കും, അവരെ അറ്റാക്ക് ചെയ്യും. ചിലപ്പോൾ ഭീഷണിയാവാം, ഷൗട്ടിംഗ് ആവാം, മറ്റു വാക്കേറ്റങ്ങളാവാം, നോട്ടത്തിലാവാം, പ്രകൃതത്തിലാവാം, ഇടപെടുന്ന മേഖലകളിലാവാം. എല്ലായിടത്തും ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുകയും ഒരു ബന്ധുവുമായി നല്ല രീതിയിൽ ബഹളം ഉണ്ടാകുകയും ചെയ്യും. അത് മാനസികവും ശാരീരികവുമായി വരെയാകാം. ഒരു ബന്ധു അത് ചിലപ്പം ഉറ്റവർ, വേണ്ടപ്പെട്ട ബന്ധുവായിരിക്കുള്ളൂ, അല്ലാതെ വെളിയിൽ നിന്നുള്ള ആളായിരിക്കത്തില്ല. അത് പലതരത്തിലുള്ള ഭാവിയിലേക്ക്, വലിയൊരു പിണക്കത്തിലേക്ക്, നീണ്ടകാല ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രീതിയിൽ മൂർഖൻ പാമ്പിനെയാണ് വേദനിപ്പിച്ചെന്ന് ഓർത്തോണം, ചെവിയെ നുള്ളിക്കോണം എന്ന് പറഞ്ഞ് പിന്തിരിയുന്ന ഒരു സത്വം ഉണ്ടാവും. മൂർഖൻ പാമ്പിനെ ഒന്നുമല്ല, ഞാൻ വെറും നീർക്കോലിയാണ് ഉപദ്രവിച്ചത്
എന്ന് പറഞ്ഞ് അഹങ്കാരത്തോട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം അതാണ് ഈ മിഥുന രാശിക്കാർക്ക് ഒത്തിരി ശത്രുക്കൾ പ്രബലന്മാരുണ്ടാവും എന്നാണ് അർത്ഥം. പക്ഷേ വലിയ രാജവെമ്പാല മൂർഖന്മാർ പോലെ വരുന്നത് നീർക്കോലിയായിട്ടേ കാണേണ്ട കാര്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ അത്താഴം മുടക്കി അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയുള്ള ഷൗട്ടിംഗ് ഒക്കെ 2, 3, 4 തീയതികളിൽ രാഷ്ട്രീയപരമായും ഭരണപരമായും കുടുംബപരമായും തൊഴിൽപരമായും ബിസിനസ് പരമായും കലാരാഷ്ട്രീയ രംഗങ്ങളിലും മറ്റ് ഇതര തൊഴിൽ മേഖലയിലും തൊഴിലാളിമാർക്കും ഗവൺമെൻറ്, അർദ്ധ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, വിദേശ ജോലി ഇങ്ങനെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കും ഒക്കെ ഒരു ഷൗട്ടിംഗ് ഒക്കെ ഉണ്ടാകുകയും അതിനുശേഷം അവയെല്ലാം അത്ഭുതകരമായി പരിഹരിക്കുകയും ഒരു വീടിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു വലിയ വാഹനത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ ഒരു ഗ്രാമത്തിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ വില്ലേജിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒരു അധികാര കസേരയും കിട്ടും. ഒരു കസേര, അത് പഞ്ചായത്തിൻ്റെ ആവാം, ഗ്രാമത്തിൻ്റെ ആവാം, വില്ലേജിൻ്റെ ആവാം. അവനവൻ്റെ ജനനസമയത്തെ ഗ്രഹനില അനുസരിച്ചിട്ട് നീചഭംഗ രാജയോഗം, രാജയോഗം, അതുപോലെ തന്നെ ഹംസമഹായോഗം, ഗജകേസരി യോഗം. ഗജകേസരി യോഗമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ മേലോട്ടുള്ള അഖണ്ഡ സാമ്രാജ്യം, രാജയോഗങ്ങൾ, മറ്റ് പഞ്ചമഹായോഗങ്ങൾ, ഈ യോഗങ്ങൾ 1-2 പേരെ യോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്റ്റേറ്റ് തലത്തിലൊക്കെ അധികാരിയാവും. MLA, MP അതൊക്കെ ആയിട്ട് പോവും. അതൊക്കെ മേൽ യോഗനിലകൾ പൗർണമി ദിനത്തിൽ ജനിച്ചവരാണെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ രാജ്യാധികാരം, പഴയകാലത്ത് കിരീടാവകാശം കിട്ടുന്നതാണ്. ഇതൊന്നുമല്ല ആകലും അതത്രമാത്രം, ഇതൊന്നുമില്ല, വെറും ഒരു സാധാരണക്കാരനാണ് കുടുംബത്തിൽ കാരണവരായിട്ട് അധികാരമായിട്ട് സ്വല്പം സാമ്പത്തികവും സൗകര്യമൊക്കെ ആയിട്ട് ഇനി അപ്പൻ പണിക്കൊന്നും പോകണ്ട, ഇവിടെ ഇരുന്നു, ഞങ്ങൾ മാസാമാസം അയച്ചു തരാം, വല്ലപ്പോഴും ഒരു സ്മോളൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു, വെളിയിലൊന്നും പോകണ്ട, നാറ്റിക്കണ്ട, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് 3 നേരം ആഹാരമൊക്കെ കഴിച്ചു സർവമംഗളം കാരണസ്ഥാനത്ത്. അല്ലെങ്കിൽ അധികാരം, ഗ്രാമാധികാരം, ദേശാധികാരം, ഒരു പുതിയ കടയോ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അധികാരം, ഏതെങ്കിലും അധികാരി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി പ്രസിഡൻ്റെങ്കിലും ആവും. അത് കലയിൽ, രാഷ്ട്രീയത്തിൽ, സമുദായത്തിൽ, ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ കുടുംബം നയിക്കും, വ്യാപരിക്കും, ഇടപെടും മേഖലകളിൽ ഒരു സ്ഥാനം. ഈ സ്ഥാനത്ത് 2, 3, 4 തീയതികളിൽ പാരയുണ്ട്, കെണിയുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ വരും. അവിവാഹിതർക്ക് വിവാഹാതിമംഗളകർമ്മം, വസ്തു, വീട് മുതലായവയൊക്കെ ഉണ്ടാക്കാനും ഡെവലപ്പ് ചെയ്യാനും ദാമ്പത്യപരമായും ആരോഗ്യപരമായും ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് നല്ല ഔഷധം, ഡോക്ടർ ട്രീറ്റ്മെൻറ്റ്, മറ്റേതെങ്കിലും ബൗദ്ധികപരമായ പുരോഗതി, മാനസികോല്ലാസം, സാമ്പത്തികപരമായ ട്രാൻസാക്ഷൻ, ഇതൊക്കെ നടക്കുന്ന ഒരു മാസമാണ്. അതിൽ പൊതുവേ കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് എത്ര നല്ല ഭാഗ്യങ്ങൾ വന്നിരുന്നാലും, എത്ര നല്ല മാനസിക സൗകര്യങ്ങളുണ്ടായിരുന്നാലും, സൗഭാഗ്യങ്ങളുണ്ടായിരുന്നാലും അവിടെയെല്ലാം ഒരു കഷായ മുഖം ഉണ്ടാവും. എന്താണ് കഷായ മുഖം? കഷായം കഴിയുമ്പോൾ ഒരു കഴിപ്പാണ്, മധുരമല്ലല്ലോ. എന്തോ ഒരു മനസ്സിനൊരു വിമിഷ്ടം, പ്രയാസം, ദുഃഖം മുഖത്ത് ഉണ്ടാവും. ആ വിഷമങ്ങൾ മാറണമെങ്കിൽ 2 കൊല്ലം എടുക്കും. തൽക്കാലം ഇവിടെ നിന്നൊക്കെ ഒരു മാറാനുള്ള നമുക്കൊരു ഓക്സിജൻ കിട്ടുന്ന പോലെയുള്ള സമയമാണ്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ജനനസമയം കൊണ്ടാണ് ഒരാളുടെ ഭാവി 95% പറയാൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് വലിയ വലിയ യോഗനിലകളുള്ളവർക്ക് അതിൻ്റെതായ വ്യത്യാസവും യോഗനിലകൾ കുറഞ്ഞവർക്കും, ഇത് കോമണായിട്ട് കൊച്ചുകുട്ടി മുതൽ വൃദ്ധ വരെ ഉള്ളവർക്കും മത, ജാതി, വർഗ, വർണ്ണ, രാജ്യാന്തര വ്യത്യാസമില്ലാത്ത ജനകോടികൾക്ക് മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഇപ്പോൾ ഉള്ള പ്രവചനം. മകയിരം നക്ഷത്രം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ മാറാൻ അവർക്ക് എന്തെങ്കിലും പ്രതിവിധികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഈ കഷ്ടപ്പാടുകളും ശനി ദോഷങ്ങളും നിൽക്കുന്നത് കൊണ്ടും
അതുപോലെ തന്നെ മറ്റ് ഇതര ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ 12-ലും ലഗ്നത്തിലുമായിട്ട് നിൽക്കുന്നു. പ്രാണൻ്റെയും പിതാവിൻ്റെയും കാരകനാണ് സൂര്യൻ. പിതൃക്കൾ എന്നും പറയും. മൺമറഞ്ഞു പോയ അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ ഉള്ള പിതൃക്കളെ സൂര്യനായിട്ട് കാണുന്നു. ഗുരുത്വം എന്ന് പറയുന്നതൊക്കെ 12-ലും ലഗ്നത്തിലുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ സൂര്യനെ പ്രസാദിപ്പിക്കണം, അതുപോലെ തന്നെ ശനിദേവനെ പ്രസാദിപ്പിക്കണം. ശിവങ്കൽ, ജലധാര, കൂവളമാല മുതലായവയും ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായവയും ശിവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുകയും ശനീശ്വര ഹോമാദികളൊക്കെ ചെയ്യുകയും വൻ പ്രോജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ ലഘുവായിട്ടുള്ള പ്രതിവിധികൾ പോരാ, പ്രാർത്ഥനകളൊക്കെ ആകാം. ഇനി അതിനൊന്നും തയ്യാറില്ലാത്ത ഇതര മതസ്ഥർക്കും ഇതര ചിന്താഗതിക്കാർക്കും അതിന് താല്പര്യമോ സൗകര്യമോ കിട്ടാത്തവർക്കും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും സാധുക്ക കണ്ടതാണ്. അത് ശരിക്കും വിശക്കുന്നവർ യാചിക്കത്തില്ല, അവർ മുണ്ടും മുറക്കി കൊടുത്ത് നടക്കത്തുള്ളൂ. അതറിയാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. വസ്ത്രം, മരുന്ന്, പഠിക്കാനുള്ളത്, ഒരു പെൺകൊച്ചിനെയൊക്കെ കെട്ടിക്കാനാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സഹായം, മൊത്തം ഒന്നും പറ്റിയതല്ല, ഇതൊക്കെ പൊതുജനങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പേരോ പ്രസിദ്ധിയോ ഒന്നും ഇല്ലാതെ കൊടുത്ത് സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കണ്ണെ കൊള്ളേണ്ട വെടിയുണ്ട ചെവിയിലെ രോമം കണ്ടിച്ചു പോകും, ഏക്കത്തില്ല. അപ്പം നന്മകൾ ചെയ്യുക. അതും ഈ പറഞ്ഞ പൂജാപ്രതിവിധികളും ഒക്കെ ചെയ്യാം. അധികം ബലം എന്തെല്ലാം ചെയ്യുന്നു നല്ലതാണ്. പക്ഷേ ഈ 2, 3, 4 തീയതികളിൽ വരുന്ന ആക്രമണങ്ങളാണ്. അത് നേരത്തെ ചെയ്തോണം. മരുന്നും മന്ത്രവും പ്രാർത്ഥനയും നേരത്തെ ചെയ്തോണം, തക്ക സമയത്ത് അല്ല ചെയ്യേണ്ടത്. മുൻകരുതലുകളാണ് ജ്യോതിഷന്മാർ പറയുന്നത്. അപ്പോൾ ഇപ്രകാരമൊക്കെ നോക്കി ആ ദോഷവശങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ ഏറി വരുന്ന ജൂലൈ മാസത്തെ പുതിയ പുതിയ വിഭവങ്ങളുമായി നാം തമ്മിൽ കൂടിക്കാണുന്നിടം വരെ എല്ലാ മിഥുന രാശിക്കാർക്കും പ്രേക്ഷകർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. മിഥുന രാശിയിലെ ഫലങ്ങളെക്കുറിച്ചും അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിലെ എന്തൊക്കെ പ്രശ്നങ്ങളുടെ കാഠിന്യങ്ങൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചുമൊക്കെ ശർമാജി ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് കർക്കിടക രാശിയിലെ ഈ മാസത്തെ. അതെ, പൂർണ്ണകൃതം ഒടുവിൽ 15 നാഴിക, അതായത് അവസാന പാദം പൂയം ആയില്യം, ഈ 2 നക്ഷത്ര നിർണയകാലാണ് കർക്കിടക രാശി. ഈ രാശിയിൽ ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, അതുപോലെ തന്നെ പാമരൻ, പണ്ഡിതൻ, കുബേരൻ, കുചേരൻ ഈ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, സാമൂഹ്യ പ്രവർത്തകർ, തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ, കലാരാഷ്ട്രീയം, സാമൂഹ്യം, ഇതര മേഖലകളിൽ, ഇതര ടേസ്റ്റിൽ, മറ്റ് വ്യത്യസ്തങ്ങളായ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ഇടപെടുന്നവർ, സഹകരിക്കുന്നവർ, കുടുംബസ്ഥർ, ഇവർക്കെല്ലാം കുറച്ചൊരു കഷ്ടകാലങ്ങൾ ആയിരുന്നു ഒരു വർഷമായിട്ട്. ഒരു വർഷമായിട്ടല്ല, 3-4 കൊല്ലമായിട്ടാണ്. അതിലൊരു വർഷമായിട്ട് പലതും തടസ്സങ്ങളായിട്ടും ഒക്കെ നിന്നിരുന്ന ഒരു കാലം. അവയിൽ നിന്ന് ഒരു പുതിയ ചുവടുവെപ്പ്, ഒരു പുതിയ തൊഴിൽ മേഖല, ഒരു പുതിയ വരുമാന ഉറവിടം, ഒരു പുതിയ സൗഹൃദം, പുതിയ ലക്ഷ്യം, പുതിയ അധ്വാനം, പുതുമേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നിവ കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും സാമ്പത്തികപരമായിട്ടും ബൗദ്ധികപരമായിട്ടും മേയും സ്ഥലങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം, അതിനകത്തെ അധ്വാനങ്ങളെല്ലാം നല്ലവണ്ണം കഠിനാധ്വാനം, മാനസിക വ്യാപാരങ്ങളൊക്കെ ചെയ്ത് ചിരകാല പ്രതീക്ഷകൾ എല്ലാം വാരിക്കൂട്ടി
ഒരു കൊട്ടയ്ക്കകത്താക്കി നടന്ന് വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പടിവാതിൽക്കൽ കൊണ്ടുവന്ന് പിന്നീട് അത് ചുമക്കാൻ വയ്യാത്ത നിലയിൽ കൊണ്ട് താത്തു വെക്കുക. അപ്പോൾ അധ്വാനം, പ്രയത്നം, അതിൻ്റെ ഫലം എല്ലാം കിട്ടും. പക്ഷേ അവയെല്ലാം ശിരസിലേറ്റി അല്ലെങ്കിൽ അതിനെയെല്ലാം നമ്മുടെ പടിവാതിക്കൽ കൊണ്ടുവന്ന് വെക്കാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് പരസഹായത്താൽ, പരൻ എന്ന് വെച്ചാൽ അന്യൻ, അത് സ്ത്രീയാവാം, പുരുഷനാവാം, ഗവൺമെൻറ് ആവാം, മാനേജ്മെൻ്റ് ആവാം, സമൂഹമാവാം, മറ്റ് ഇതര വ്യക്തികളാവാം, പരസഹായത്താൽ അവ വീടിനുള്ളിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുവാനുള്ള ഒരു യോഗം ജൂൺ മാസത്തിലുണ്ട്. അപ്പം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്, വർഷങ്ങളായിട്ടുള്ള പ്രയത്നം, അത് വിദ്യാർത്ഥികൾക്കാവാം, ഉദ്യോഗാർത്ഥികൾക്കാവാം, ഉദ്യോഗസ്ഥർക്കാവാം, ബിസിനസ്സുകാർക്കാവാം, കലാ, രാഷ്ട്രീയം, സാമൂഹ്യം, ട്രേഡ് യൂണിയൻ, നിർമ്മാണം, മുതലാളി ബന്ധങ്ങൾ, വൈവാഹിക കാര്യങ്ങളാവാം. ഏതും അധ്വാനിച്ച് പടിവാതിക്കൽ എത്തിക്കുക എന്ന് വെച്ചാൽ പടിയുടെ വാതിക്കൽ എത്തിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിക്കൂടാന്നില്ല. ഇതെല്ലാം അവസാനം ക്ഷീണിച്ച് ഇത്രേ പറ്റൂ, ഇവിടം വരെ എത്തിക്കാനേ പറ്റൂ, പിന്നീടൊക്കെ പരസഹായം വേണ്ടി വരുമെന്നാണ്. ആ പരസഹായം ഗവൺമെൻറ്റിൽ നിന്നാവാം, മാനേജ്മെൻ്റ് ആവാം, വ്യക്തിയാവാം, മറ്റേതെങ്കിലും ലോണാവാം, ഏതെങ്കിലും തരത്തിൽ ഇതെല്ലാം കാര്യം നിറവേറ്റി വീടിനുള്ളിൽ എത്തിക്കുക. അതാണ് ലക്ഷ്യത്തിലെത്തിക്കുക. ആ ലക്ഷ്യത്തിൽ എത്തുന്ന ഒരു സമയം 15, 16, 17 തീയതികളിലായിരിക്കും ജൂൺ മാസം. 15, 16, 17 തീയതികളിൽ. അതൊക്കെ വിദേശത്തേക്കൊക്കെ ആവുമ്പോൾ ഇത് കേരളത്തിലിരുന്ന് പ്രവചിക്കുന്നതായതുകൊണ്ട് അവിടുത്തെ അക്ഷാംശം രേഖാംശം വെച്ചോണ്ട് ചിലപ്പോൾ 16, 17, 18 തീയതികളൊക്കെ ആവാം. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പ്രക്ഷേപണം കേൾക്കുമ്പോൾ ആ ദിവസത്തിൻ്റെ വ്യത്യാസം വെച്ചോണ്ടേ. ആനുകൂല്യങ്ങൾ, പുതിയ തൊഴിൽ ഉറവിടം, അതുമായി ബന്ധപ്പെട്ട അറിവ്, സേവന വേതന സൗഭാഗ്യങ്ങൾ, പിന്തുണ, സൗഹാർദ്ദം, സഹായം, രക്ഷകരെ വന്ന് സഹായിക്കുക, സഹായഹസ്തങ്ങൾ, രക്ഷാകവാടങ്ങൾ തുറന്ന് തരിക. രോഗികൾക്കാണെങ്കിലും 15, 16, 17 തീയതികളിൽ കഷ്ടപ്പെട്ട് മരുന്നൊക്കെ കഴിച്ച് പല ആശുപത്രിയും ഡോക്ടർമാരെയൊക്കെ കണ്ട് അവിടെ നിന്നൊരു സ്ഥിരമായിട്ട് ഇന്നത് ചെയ്താൽ മാറും എന്നുള്ള കവാടം. ഒരു കേസ് കാര്യങ്ങൾ അതൊക്കെ വെക്കണം. കോടതിയിലൊക്കെ കിടക്കുന്നവർക്ക് ഒരു അനുകൂലമായ ജഡ്ജ്മെൻറ്റ്, നല്ല വക്കീൽ, കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അനുകൂലാവസ്ഥയിലേക്ക്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത വ്യക്തികൾ, സഹായഹസ്തങ്ങൾ, സൗഹാർദ്ദമുള്ളവർ. അതുവരെ ശത്രുക്കൾ ഒതുങ്ങും, തടസ്സങ്ങൾ ഒതുങ്ങും. അതുപോലെ തന്നെ ക്ഷീണം, ആലസ്യം, മടി, മന്ദത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒതുങ്ങി കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും സ്ഥിരത, അഭിവൃദ്ധി, മേൽഗതി, ഐശ്വര്യം, ഉന്നമനം ഒക്കെ ചെറിയ ചെറിയ തോതിലെങ്കിലും ഉണ്ടാവുന്ന ദിവസങ്ങളാണ് 15, 16, 17 തീയതികൾ. ഈ സമയങ്ങളിൽ സമ്മാനമൊക്കെ കിട്ടുമെന്നാണ്. അത് വലിയ സമ്മാനമാണെങ്കിൽ വലിയ സമ്മാനം. അത് ജാതക നിലയിലെ വലിയ യോഗനിലകളുള്ളവർക്ക് വലിയ ഭൂഖണ്ഡങ്ങൾ കിട്ടാം, അതുപോലെ ഏക്കർ കണക്കിന് വസ്തുക്കൾ കിട്ടാം, കോടികൾ കിട്ടാം, ആദായങ്ങൾ കിട്ടാം. യോഗനിലകൾ കുറഞ്ഞവർക്ക് ലക്ഷങ്ങളാവാം, അതിലും യോഗനിലകൾ കുറഞ്ഞവർക്ക് 1000-ങ്ങളും 10,000-ങ്ങളും ആവാം. അതൊന്നുമല്ല, തീർത്തും സാധുക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 50,000, 1,00,000 ഒക്കെ വേണമെങ്കിൽ അങ്ങനെ കിട്ടാം. ഏതായാലും സമ്മാനം. പക്ഷേ രൂപയിൽ മാത്രമല്ല സമ്മാനം. അംഗീകാരവും ഒരു സമ്മാനമാണ്, അനുകമ്പയും ഒരു സമ്മാനമാണ്, ഒരു തൊഴിൽ കൊടുക്കുക ഒരു സമ്മാനമാണ്. അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യുക, അവസരം, ആ കിട്ടിയ അവസരം ചിലപ്പോൾ 2 or 3 കൊല്ലം മുമ്പ് പരിചയപ്പെട്ടവരായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സൗഹാർദ്ദങ്ങളൊക്കെ വരിക ഈ രാശിക്കാർക്ക്. ഒരു ചെറിയതായിട്ട് പാടാൻ കഴിവുള്ളവരെ നല്ലോണം ഒരു സിനിമയിലേക്ക് പാട്ടിനായിട്ട് ക്ഷണിക്കപ്പെട്ടു, അവരുടെ സ്വരം ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഈ 15, 16, 17 തീയതികളായിരിക്കും. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. ഒരു ഡയറക്ടറെ കണ്ടു, എനിക്കൊരു അവസരം തന്നു, നോക്കട്ടെ. ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല, തൽക്കാലം ഒന്നും കയറുന്നില്ല. ഡയലോഗൊക്കെ അറിയാമല്ലോ, അറിയാം. ആക്ഷൻ കൊള്ളാം കേട്ടോ, ക്യാമറാമാൻ പറഞ്ഞു കൊള്ളാം,
എന്ന് പറഞ്ഞ പോലെ ശരി എന്നാൽ നോക്കാം, അതങ്ങ് ക്ലിക്കായി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അനുകൂല സന്ദർഭം, വിജയിക്കാനുള്ള അവസരം, സന്തോഷിക്കാനൊരു അവസരം 15, 16, 17 തീയതികളിൽ കടക്കാർക്ക് കടബാധ്യതകൾ കുറയൊഴിയും കേസ് വഴിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലാവസ്ഥകളിലേക്ക് തിരിയുന്ന ഒരു സംഘനാദം ഉണ്ടാവും, അനുകൂലാവസ്ഥയിലേക്ക് തിരിയുന്ന ഒരു മാറ്റലി ഉണ്ടാവും. കമിതാക്കളാണ് ഒന്നിക്കും, വേർപിരിഞ്ഞവരും വിരഹിച്ചവരും തമ്മിൽ കൂടിക്കാണാനും പ്രശ്നങ്ങൾ ലഘൂകരിപ്പിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ഗുണകരമായി തീരും. കുടുംബവും, തൊഴിൽ, സാമ്പത്തികം, മാനസികം, സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി, സുഹൃത്തുക്കൾ, സൗഹാർദ്ദം, അധികാരികൾ, സഹപ്രവർത്തകർ, സഹകാരികൾ, കീഴ് ജീവനക്കാർ, ഈ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ തീയതികളിൽ വിവിധങ്ങളായ ഗുണങ്ങൾ കിട്ടും. അവരവരുടെ ജാതക വിധിപ്രകാരമുള്ള ഭാഗ്യങ്ങളെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വാചകം ടേപ്പ് ചെയ്തിട്ട് അത് കിട്ടിയില്ലോ ഇത് കിട്ടിയില്ലോ വരും. എന്തെങ്കിലും അനുകൂലമായ അവസ്ഥകൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉന്നത പഠിത്തത്തിനും പഠിക്കുന്നത് ബൈഹാർട്ടാവാനും കോൺസെൻട്രേഷൻ കിട്ടാനും മെമ്മറി പവർ കിട്ടാനും മെഡിറ്റേഷൻ കിട്ടാനും ആ പഠിക്കുന്നത് ഭാവിയിൽ വലിയ പ്രയോജനത്തിലേക്ക് കിടക്കാനും അത് എക്സാമിനേഷൻ ചോദ്യം വരികയും ഉത്തരം കിട്ടാനും ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് അത് പാസ്സാവാനും ഒക്കെ ഉള്ള അനുകൂല ഡേറ്റുകളാണ്. ഇതിൽ ദോഷകരമായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് രാഹു ശനിയാണ്. സർപ്പബലി ചെയ്യാം, 100 വാരം സർപ്പത്തിന് പുള്ളുവറപ്പാട്ട്, അതുപോലെ തന്നെ ശനീശ്വര ഹോമങ്ങൾ, ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ശിവക്ഷേത്ര ദർശനങ്ങൾ, ശാസ്താവിന് നീരാഞ്ജനം, ഇതും പ്രകാരവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ദാനം, അന്നദാനം, വസ്ത്രദാനം, മരുന്ന്, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ടൊക്കെ സഹായിക്കാവുന്ന കാര്യങ്ങളെല്ലാം സഹായിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ജൂലൈ മാസത്തെ നല്ല നല്ല വിഭവങ്ങളുമായി നാം തമ്മിൽ കൂടിക്കാണുന്നിടം വരെ ഏവർക്കും നന്ദി, നമസ്കാരം. കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇപ്പോൾ ശർമാജി നമ്മളോട് പറഞ്ഞത്. അടുത്തതായി ചിങ്ങരാശിയിലെ നക്ഷത്രക്കാരുടെ ശർമാജി എന്തൊക്കെയാണ് അവരെ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ എന്തൊക്കെ പ്രതിവിധികൾ അവർക്ക് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് പൊതുവെ എങ്ങനെയാണ് ഈ ഒരു മാസം? ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം 15 നാളിക ചിങ്ങരാശി. ഈ രാശിയിൽ ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, രാജ്യാന്തര രാഷ്ട്രീയ മത ജാതി ഉന്നതൻ തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ അങ്ങനെ ഒന്നുമില്ലാതെ, അതുപോലെ തന്നെ ഏവർക്കും ബാധകമായ കാര്യമാണ്. വിദ്യാർത്ഥി മുതൽ വൃദ്ധൻ വരെ ഉള്ളവർക്ക്, ഈ രാശിപ്പെട്ടവർക്ക് അബദ്ധം, അമിളി, അവിവേകം, അഹങ്കാരം, അപ്രിയം, അരുതായ്മ, അറിവില്ലായ്മ എന്നിവയെല്ലാം ചേർന്ന് കുടുംബ ബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും അധികാരികളുമായും സാമ്പത്തികപരമായും ദൂരയാത്രപരമായിട്ടും സ്നേഹങ്ങൾ, സൗഹാർദ്ദങ്ങൾ തങ്ങളിലും കൂട്ടുജോലിക്കാർ, മേലധികാരികൾ, സഹപ്രവർത്തകർ, കല, രാഷ്ട്രീയ, സാമുദായികം, ഗവൺമെൻറ് ജോലി, പ്രൈവറ്റ്, വിദേശ ജോലി ഇത്യാദികളും, നിർമ്മാണ തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, പ്രഭുക്കൾ, മുതലാളിമാർ, വൻ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ബിസിനസ്സുകാർ, കൃഷിക്കാർ എന്നിവരുൾപ്പെടെ ദാമ്പത്യത്തിലിരിക്കുന്നവർ, കുട്ടികൾ, അധ്യാപകർ ഉൾപ്പെടെയൊക്കെ ഈ വകുപ്പിൽ അറിവുകേട്, അബദ്ധം, അമളി, കുറച്ചൊക്കെ കഴിയുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ധനങ്ങൾ ഇവ അവിവേകം കൊണ്ടും അബദ്ധം കൊണ്ടും അനുസരണക്കുറവ് കൊണ്ടും സാഹചര്യം
പിന്നെ മോശം കൊണ്ടും ധൃതിയിൽ ചില തെറ്റുകളൊക്കെ സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ദിവസങ്ങളാണ് 9, 10, 11 തീയതികൾ. 9, 10, 11 തീയതികളിൽ പ്രത്യേകിച്ചും പൊതുവേ ഈ മാസം അബദ്ധം, അമളി, ചതി, കെണി, വാഗ്വാദം, അതുപോലെ തന്നെ ആരെന്നറിയാതെ സംഭാഷണം ചെയ്തു പോവുക, ചിലപ്പം മൊബൈലിലൊക്കെ വിളിച്ച് ഷൗട്ട് ചെയ്യുക, അത് ആൾ മാറിപ്പോയി, അതൊരു സ്ത്രീക്കായിരിക്കും, ആ സ്ത്രീ പരാതിപ്പെട്ടു, അവസാനം പിന്നെ ഒരു ഇൻ്റർവ്യൂ സമയത്ത് പോലീസ് വന്നു, അതിലും പങ്കെടുക്കാൻ പറ്റും, അതൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് വളരെ കൂലങ്കഷമായി സ്ഫുടം ചെയ്ത് വേണം വാക്ക്, ധനം, പ്രവൃത്തി, സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങോട്ട് മോശമായിട്ട് സംഭാഷണം വന്നാൽ പോലും മിതത്വം പാലിക്കണം. ആരാണ് നാളെ നമ്മളെ ഷൗട്ട് ചെയ്യുന്നത്? അവരിൽ നിന്നൊരു ഉപകാരം വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ റിക്വസ്റ്റായിട്ട് ചെല്ലും, ഇപ്പോൾ സൗകര്യമില്ല പിന്നെ വാ, അല്ലെ കിടക്ക് പുറത്ത്, നമ്മൾ പുറത്ത് കിടക്കണം, പിന്നെ പിടിക്കാം. കാരണം നമ്മുടെ സമയം അനുകൂലമാവുമ്പോൾ തൽക്കാലം ഒബേ ദ ഓർഡർ, അനുസരിക്കുക. വാക്ക്, ധനം, സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശ്രദ്ധിക്കണം. 9, 10, 11, 9, 10, 11 ദിവസങ്ങളിലുള്ള എഗ്രിമെൻറ്റുകൾ, ധന ഇടപാടുകൾ, ഹസ്തദാനങ്ങൾ, ധൃതരാഷ്ട്രാലിംഗനം. ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് ഭീമനെ ധൃതരാഷ്ട്ര യുദ്ധം കഴിഞ്ഞപ്പം, ഉണ്ണി മകനെ വരിക പ്രകോദര, കണ്ണ് കാണാത്തത് നീ അറിഞ്ഞില്ലയോ? ശരി, കണ്ണ് കാണാൻ വരാം, അങ്ങോട്ട് ചെന്ന് അനുഗ്രഹം മേടിക്കാനായിട്ട്. ഇവനെ കൊല്ലണം എന്നുള്ളതാണ് ധൃതരാഷ്ട്രയുടെ ലക്ഷ്യം. അപ്പോൾ അതിന് പകരം ഇരുമ്പ് കൊണ്ട് ഭീമൻ്റെ ഒരു പ്രതിമ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കി അത് മുന്നോട്ട് വെച്ചു കൊടുത്തു. ഭീമൻ ആ ഇരുമ്പ് പോലത്തെ സ്ട്രോങ് വിത്തറ്റ് മനുഷ്യനാണ്. ധൃതരാഷ്ട്രൻ നീ യുദ്ധത്തിലൊക്കെ ജയിച്ചു, നിന്നെ കേട്ടിട്ടുണ്ട്, വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ആലിംഗനം ചെയ്ത് ഇരുമ്പങ്ങ് ഉടച്ചു കളഞ്ഞെന്നാണ്. ഉള്ളിൽ വളരെ കൈപ്പേറിയ ആലിംഗനം, നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ. ഹസ്തദാനമായപ്പോൾ ആലിംഗനം വളരെ കുറവാണ്, എങ്കിലും മനസ്സിൽ കപടത വെച്ചുകൊണ്ടുള്ള ഹസ്തദാനം, കൊടുക്കൽ വാങ്ങലുകളും, ചതി, കെണി, ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ. അത് സമയദോഷം കൊണ്ടുവരുന്നതാണ്, ആരുടെയും കുറ്റമല്ല. 13, 14, 15 തീയതികളിൽ, അപ്പോൾ ഈ 8, 9, 10 തീയതികളിൽ ജോലിക്ക് പ്രശ്നങ്ങൾ, ബിസിനസ്സിന് നഷ്ടം, കൊടുക്കൽ വാങ്ങലുകളിൽ, അധികാരികളുമായിട്ട് ചർച്ച ചെയ്യുന്നിടത്ത്, വിവിധ മേഖലകളിൽ, കലാ, രാഷ്ട്രീയ, സാമൂഹ്യം, ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, ഏത് മേഖലകളിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ രാശിപ്പെട്ടവർക്ക് 8, 9, 10 തീയതികളിൽ വാക്കേറ്റം, ഷൗട്ടിങ്, പാരവെപ്പ്, കെണി, ധൃതരാഷ്ട്രാലിംഗനം, കപട സൗഹാർദ്ദം, കപടച്ചുരികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും മിതത്വം, ക്ഷമ, സഹനശക്തി പാലിക്കണമെന്നാണ്. അത് പാലിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ഇത് വരുന്നത്. അതാണ് അതിനകത്ത് നീളം കൂട്ടി നിൽക്കുന്ന പോലെയായിരിക്കും. അപ്പോൾ അസഹനീയമായി പറഞ്ഞു പോകും. ഏതെങ്കിലും വിശന്ന് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് ആഹാരം കഴിക്കാനായിട്ട് ഓടുന്നു, ആഹാരം 1 മണിയാകുമ്പോൾ തീരും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഹോട്ടലൊക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഓടുകയാണോ 1, 2 പേരൊക്കെ ഓടണമെന്ന് പറയുമ്പോഴായിരിക്കും ഒരു ലോട്ടറി ടിക്കറ്റ് സാറേ പോടാ അവിടെ നിന്ന് പറയാൻ പാടില്ല. അത് എടുക്കണം, കാരണം അതിലായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്, കിടക്കുന്നുണ്ട്. സഹനശക്തിയോടുകൂടി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആട്ടെ ഊണ് കഴിഞ്ഞ് വരട്ടെ, ശരി സാറേ. 13, 14, 15 തീയതികളിൽ ദൈവം വിളി കേൾക്കും. അനുഗ്രഹത്തിൻ്റെ ശംഖുലി, ഈശ്വരാനുഗ്രഹത്തിൻ്റെ മാറ്റലി, പുതിയ സൗഹൃദം, പുതിയ ജോലിക്ക് അവസരം, പുതിയ ഓർഡറുകൾ, കലാ, രാഷ്ട്രീയം, ട്രേഡ് യൂണിയൻ, സാമുദായികം, വിവിധ ബിസിനസ്സുകൾക്ക് പുതിയ അവസരങ്ങൾ. 13, 14, 15 തീയതികളിൽ പുതിയ ചങ്ങാത്തം, പുതിയ സൗഹാർദ്ദം, പുതിയ കൊടുക്കൽ വാങ്ങൽ, പുതിയ എഗ്രിമെൻറ്റുകൾ, പുതിയ അധികാരം, നൂതനങ്ങളായ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, കുടുംബത്തിൽ ശാന്തി, സമാധാനം, മംഗളം, സന്തോഷം, പഞ്ചാര വർത്തമാനങ്ങൾ, ശൃംഗാരം. ഇത് പൈസയും സാഹചര്യമൊക്കെ വന്ന് പുതിയ ജോലി കാര്യങ്ങളൊക്കെ വിട്ടിക്കഴിയുമ്പോഴത്തേനും നല്ല വാക്കുകൾ, ബെഡായികൾ, അത് ചെയ്യാം, ഇത് ചെയ്യാം, പെരുന്നാളിന് ഇന്ന് ചെയ്തേക്കാം, ഉത്സവത്തിന് ചെയ്തേക്കാം, ഒരു വാഗ്ദാനം, അല്ലെ വന്നേരെ ഞാൻ ഉള്ളപ്പം തന്നേക്കാം എന്ന് പറയുക. കൊടുക്കാനൊന്നുമല്ല, ഒരു ബെഡായി, എങ്കിലും സന്തോഷകരമായിട്ട് ഉള്ള അനുഭൂതിയിൽ
ആര് ആവശ്യപ്പെട്ടാലും കൊടുക്കാൻ തയ്യാറായിരിക്കും. സുഖഭക്ഷണം, വായിക്ക് രുചിയായി, സുഖശയനം, സുഖകരമായ ഇടപാടുകൾ, ഈ മേഖലകളിൽ ഏത് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ ഡേറ്റുകൾ അനുകൂലമാണ്. അവർക്ക് അതിൽ പേര് പ്രസിദ്ധി ഒക്കെ കിട്ടുന്നതും ശത്രുക്കളും തടസ്സങ്ങളും വിഘ്നങ്ങളും ഒഴിഞ്ഞ് വൈറസുകളും എല്ലാം ഒഴിഞ്ഞു നിന്ന് ഈശ്വരാനുഗ്രഹം, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന വിളികൾ ദൈവം പെട്ടെന്ന് വിളി കേൾക്കും. കൂട്ടപ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇരട്ടിക്കരട്ടി. അക്ഷയ തൃതീയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സമയത്ത് ദാനം ചെയ്യണം എന്നാ, പണം കൊടുത്ത് സ്വർണം മേടിക്കണം എന്നല്ല, സ്വർണം ദാനം ചെയ്യണം, പശുക്കളെ ദാനം ചെയ്യണം, കന്യകളെ ദാനം ചെയ്താൽ വലിയ പുണ്യമെന്നാണ്. അതുകൊണ്ട് പണം കാശ് കൊടുത്ത് മേടിക്കണം എന്നല്ല അതിനകത്ത് വകുപ്പ്. അതൊക്കെ ചുമ്മാ ബിസിനസ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കും ഈ ഡേറ്റ് അനുകൂലമാണ്. അതിദോഷകരമായിട്ട് നിൽക്കുന്നത് രാഹു, ശനി എന്നീ ഗ്രഹങ്ങളാണ് ഈ 9, 10, 11 തീയതികളിലിട്ട് വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് സർപ്പദൈവങ്ങൾക്ക് സർപ്പബലി 100 പാലും പുള്ളുവരെ കൊണ്ട് പാടിക്കുക, സർപ്പങ്ങളെ സന്തോഷമാക്കുക. ശനീശ്വര ഹോമം, ശനിപ്രീതി, നീരാഞ്ജനം, എള്ളുപായസം, കാക്കകൾക്ക് നെല്ലുവരിയൊക്കെ കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യിപ്പിക്കുക, ഓർഡർ ചെയ്യുക. ഈ ദിവസങ്ങളിൽ മിതത്വങ്ങൾ പാലിക്കുക. 13, 14, 15 തീയതികളിൽ സന്തോഷിക്കാനും പുതിയ എഗ്രിമെൻറ്റുകൾക്കും ഒക്കെ അനുകൂലമാണ്. കൂടിക്കാഴ്ചകൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ് ഇൻ്റർവ്യൂ, പുതിയ എഗ്രിമെൻറ്റുകൾ ഒക്കെ ഭാഗികമായും ഒക്കെ എങ്കിലും ചെറിയ തോതിലെങ്കിലും സമ്മാനം മുതലായതൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഈ വക ദോഷങ്ങൾ മാറ്റി, ദോഷകാഠിന്യങ്ങൾ മാറ്റുകയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് വരുന്ന ജൂലൈ മാസത്തെ ചില നല്ല നല്ല വിഭവങ്ങളുമായി നാം തങ്ങളിൽ സംസാരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ. അത് കൂടി കാണുന്നിടം വരെ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് കന്നിരാശിയിലെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതായത് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരമുക്കാൽ, അത് 45 നാഴിക, അത്തനക്ഷത്രം, ചിത്തിര ആദ്യ പകുതി, ഈ 2 രാശികൾ ചേരുന്നതാണ് 2.25 നക്ഷത്രം ചേർന്ന് ഒരു രാശി വരുന്നതാണ് കന്നിരാശി. ഇതിൻ്റെ അധിപൻ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. ഇത് ജൂൺ മാസത്തിൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏവർക്കും ജന്മസമയം ജാതകനില അനുസരിച്ചുള്ള ഗ്രഹങ്ങളുടെ നിപ്പനുസരിച്ചാണ് പൂർണ്ണമായ ജന്മ മരണ പര്യന്തം വരെയുള്ള ഫലങ്ങൾ. അതിൽ ശരിക്കും ഗണിച്ചാലേ ഒരു 95-98% വരെ പറയാൻ സാധിക്കുള്ളൂ. അതിൽ നമ്മൾ പീസാക്കി ഓരോ വർഷവും 12 കൊല്ലോ 20 കൊല്ലോ ഒക്കെ കുറച്ച് ഇപ്പം ഒരു മാസത്തെ ഫലമാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ജനറലായിട്ടുള്ള ഫലമാണ് അത്. രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏവർക്കും ആയിട്ട് വരുമ്പോൾ അതിനകത്ത് പ്രായം പോലും നാം ഇതിനകത്ത് ഗൗനിക്കാതെ മൊത്തത്തിൽ പറയുകയാണ്. വിദ്യാർത്ഥികളാവാം, ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്, കൃഷി, കലാ, രാഷ്ട്രീയം, സാമുദായികം, തൊഴിലാളി മേഖലകൾ, നിർമ്മാണ മേഖലകൾ, ആതുരാലയങ്ങൾ, മറ്റ് ഇതരമായി ബന്ധപ്പെടുന്ന മറ്റ് പല മേഖലകളിൽ വ്യാപരിക്കുന്നവർ, റിയൽ എസ്റ്റേറ്റുമാർ, അതുപോലെ തന്നെ വലിയ രാജ്യാന്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ഇതര മേഖലയിൽ കോടാനുകോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ്സുകൾ, അന്നേരം ജോലി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികൾ, ഏവർക്കും പുതിയ തൊഴിൽ അവസരം, ഉള്ള തൊഴിൽ മേഖല, അതിൽ അഭിവൃദ്ധിയോ പ്രമോഷനോ സാമ്പത്തിക പുഷ്ടിയോ അധികാരമോ വർദ്ധിക്കുക, പുതിയ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവർക്ക് ജോലിക്ക് കണിശമായിട്ടും മെമ്മോ, അത് സെലക്ഷൻ എന്നുള്ള വിവരമെങ്കിലും ഈ മാസം അതിൻ്റെ അനുകൂലാവസ്ഥകൾ, ഈ മാസം വരുന്ന മാസം, അങ്ങനെ 2-3 മാസത്തിനുള്ളിലായി സെലക്ഷനായി അല്ലെ സെലക്ഷനാകും എന്നൊക്കെ ഉള്ള റെക്കമെൻഡ് കാര്യങ്ങൾ, സെലക്ഷനായതിൻ്റെ റെക്കോർഡ്, ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ് തലത്തിലോ മാനേജ്മെൻറ്റ് തലത്തിലോ മറ്റേതെങ്കിലും ഏത് മേഖലയെ വർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് അധികാരികളിൽ നിന്ന് നന്മകൾ, അംഗീകാരങ്ങൾ,
സാമ്പത്തിക സ്രോതസ്സ് പുതിയതായിട്ടുണ്ടാകുക, പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയൊരു ബിസിനസ് ഒന്നും കൂടെ ഒന്ന് നവീകരിക്കുക, കുറേ കൂടെ ആദായം എടുക്കുക. കാരണം പഴയ ബിസിനസ്സുകളൊക്കെ ഒന്ന് നിർത്തി ഇതൊന്നും ഇനിയിപ്പോൾ മുന്നോട്ട് പോവുകയില്ല. കാരണം സിമെൻറ്റിൻ്റെ കച്ചവടമാണെങ്കിലും മടുപ്പാണ്, ഗ്യാസിൻ്റെ ആണെങ്കിലും കിട്ടാനില്ല, പിന്നെ എങ്ങനെ കച്ചവടം ചെയ്യും, പിടിയാണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് ഇലക്ട്രിക് അടുപ്പുകളൊക്കെ തുടങ്ങാം, കാരണം അതിന് നല്ല മാർക്കറ്റാണ്. ഉടനെ ഇലക്ട്രിക് അടുപ്പുകളൊക്കെ നല്ല രീതിയിൽ വെച്ചു. വീട്ടമ്മമാരെയൊക്കെ വിളിച്ചിട്ട് ടിക് എന്ന് ഓൺ ചെയ്താൽ മതി, ഗ്യാസ് പോലെ തന്നെ. അപ്പോഴേ ഇതിന് കറണ്ടൊത്ത് യാതൊരു ഇല്ലെന്നേ, എവിടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയേ കറണ്ടാവുള്ളൂ, തീർന്നല്ലേ. എന്തായിരുന്നാലും കാലോചിതപരമായ കൗശലം, കാലോചിത ബുദ്ധി, കാലോചിത പ്രവർത്തനം, കാലോചിതപരമായ ബിസിനസ്, അതിലേക്ക് കടക്കാനുള്ള ഒരവസരം, ഒരു പുതിയ തൊഴിൽ മേഖല, പുതിയ തൊഴിൽ വരുമാന ഊഹവിടം, പുതിയ നല്ല ചങ്ങാത്തങ്ങൾ, സൗഹൃദങ്ങൾ, അത് കുടുംബതലത്തിലും ബന്ധുബലത്തിലും സ്വന്തം ബലത്തിലും മിത്രതലത്തിലും സാഹോദര്യത്തിലും മൈത്രിയിലും എല്ലാം. ഇതൊക്കെ ആണെങ്കിലും 11, 12, 13 തീയതികളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നോ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നോ ഒരു ഷൗട്ടിങ്, ഒരു അധിക്ഷേപം, പുച്ഛം, തരം താഴ്ത്തൽ, അല്ലെങ്കിൽ ഒരു അപമാനം ഒന്നും വേണ്ട. 10 പേര് കാണുന്നിടത്ത് ഒന്ന് ഒരു കെട്ടിപ്പിടിക്കുന്ന പോലെ ഒന്നും തള്ളി കിട്ടണം. അത് സത്യത്തിൽ എന്താണ് എന്നുള്ള സൗഹാർദ്ദപരമായിട്ട് 10 പേര് അംഗീകരിക്കുമ്പോൾ ഒരാളൂടെ എൻ്റെ കൂടെ വന്ന്, പക്ഷേ ആ ആളിൻ്റെ അംഗീകാരം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ എന്നാലും ലോകം മുഴുവൻ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിലും ഷൗട്ടിങ് ഉണ്ടാവും. എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നപ്പം എനിക്കെന്താ ഒരു കുറവ്, അപ്പടിയാണ് ഇപ്പടിയാണ് അറിയാം. അല്ലെങ്കിൽ പാരവപ്പ്, അല്ലെങ്കിൽ കെണി, അല്ലെങ്കിൽ അപഖ്യാതി, അല്ലെങ്കിൽ നുണ, ഏഷണി. 11, 12, 10, 11, 12 തീയതികൾ ആണ് കൂടുതലായിട്ടും വരുന്നത്. 13-ാം തീയതി വരെ വേണമെങ്കിൽ അതിൻ്റെ വാലാമണുക്കും. സാമ്പത്തികപരമായ ക്ഷീണം, കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം, ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണം എന്ന് വെച്ചാൽ ചുമ്മാ ഒരാളെ അന്വേഷിക്കുകയില്ല, എന്തോ കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്ന് ചെയ്യുക. ചിലർ ഊമക്കത്തുകൾ, രഹസ്യ ചർച്ചകളൊക്കെ നടത്തി ഇന്ന ആളുകൾ ഇന്ന രീതികളിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുറംവാതിലൂടെ നിയമനം നടത്തിയിട്ടുണ്ട്, സാറേ ഒന്ന് അന്വേഷിക്കണം. അയച്ച ആളിൻ്റെ പേരിൽ ഊമക്കത്തുകളായിരിക്കും. പക്ഷേ സത്യമാണ്, അന്വേഷിക്കാതിരിക്കാൻ പറ്റിയല്ല. ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റാണ്, പക്ഷേ കൃത്യമായ പരാതിക്കാരില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഊമ കത്തുകൾ, ചില അധിക്ഷേപങ്ങൾ, 100% കൃത്യമായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പണ്ട് കാലത്ത് ഉണ്ടതിൻ്റെ മിസ്റ്റേക്കോ, പണ്ട് കാലത്ത് പാളെ കിടന്നപ്പോൾ അപ്പിയിട്ടതോ ഒക്കെ എന്തെല്ലാം കുറ്റങ്ങൾ കാണും മനുഷ്യന്. അതൊക്കെ കുത്തിപ്പൊക്കി ഊതി ബലൂൺ പോലെ വിഴപ്പിച്ച് അധിക്ഷേപം, ഷൗട്ടിങ്, കാലുവാരിച്ച കെണി, ഇങ്ങനെയൊക്കെയുള്ളത് ഡേറ്റുകൾ, ആ പറഞ്ഞ ഡേറ്റുകൾ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് നല്ല ദിവസങ്ങൾ ഉണ്ട്, പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ, അതുപോലെ ആയുരാരോഗ്യം, ഉന്മേഷം, ഉണർവ്. ജൂൺ 14, ജൂൺ 15, ജൂൺ 16 തീയതികളിൽ നല്ല വാർത്തകൾ കേൾക്കാനാണ് വരുന്നത്. സാമ്പത്തികപരമായ അപ്രതീക്ഷിതവും പ്രതീക്ഷിതവുമായ പണം, പ്രതീക്ഷിച്ചിരിക്കുന്നതും ഇപ്പോൾ ചിട്ടി, ലോൺ മുതലായതൊക്കെ ചെന്നാണ് അന്ന് ചിട്ടി വീണു, അല്ലെ ഒരു ചിട്ടിയാണെങ്കിൽ കുറേ ഇട്ട് വീണു. തിരിച്ചടയ്ക്കേണ്ടതാണെങ്കിലും ഒന്നിച്ച് കിട്ടുന്നത് അതൊരു സുഖകരമല്ലേ. അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പൗണ്ട് മാല എടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള സംവിധാനത്തിന് പണം കിട്ടുക, കൊച്ചിന് നല്ലൊരു അഡ്മിഷൻ കിട്ടുക. സന്താനകാരകനാണ് വ്യാജഗ്രഹം, അത് 11-ാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും ഉന്നത നിലയിൽ കുട്ടികളെ കൊണ്ട് ആക്കിക്കാനുള്ള ഒരു യോഗങ്ങൾ. പൊതുവേ നല്ല ആക്ഷൻ 15-ാം തീയതി, 16-ാം തീയതി, 14, 15, 16-ാം തീയതി നല്ല ആക്ഷനും ആക്റ്റീവുമായിരിക്കും. എന്താണ് ആക്ഷൻ? ഒരു തയ്യാറെടുപ്പ്. ഒത്തിരി അർത്ഥങ്ങളുടെ സമാഹാരമാണ് ആക്ഷൻ. ഇപ്പം ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിലും ആക്ഷൻ എന്ന് പറയുന്നില്ലേ, സത്യത്തിൽ ഒത്തിരി അർത്ഥങ്ങളുടെ സമാഹാരമാണ് ആക്ഷൻ. ആക്റ്റീവ്, ആക്ഷനും ആക്റ്റീവും ധനപരമായ വരവും സാമ്പത്തികപരമായ ഉന്നമനവും നല്ല ബന്ധങ്ങളും ഉന്നതന്മാരുടെ സഹായങ്ങളും
രക്ഷാമാർഗങ്ങൾ തെളിയുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരിക്കുക നന്മകൾ വരും. ഈശ്വരാനുഗ്രഹം, ദേവാലയ ദർശനയോഗം, ഗുരുത്വം, ദൈവതുല്യന്മാരും അല്ല അതുപോലെ വിശിഷ്ടന്മാരുമായിട്ട് കാണാനുള്ള ഭാഗ്യങ്ങൾ, അതുപോലെ കൈപുണ്യം, രോഗികൾക്ക് ആ ദിവസങ്ങളിൽ ആശ്വാസം, കേസുകാര്യങ്ങളിൽ അനുകൂല വിധികൾ, ഇതെല്ലാം ജൂൺ മാസമുണ്ട്. പൊതുവെ കണ്ടകശനി നിൽക്കുന്നത് കൊണ്ടും അഷ്ടമത്തിലും ഭാഗ്യത്തിലുമായി ചൊവ്വ വരുന്നത് കൊണ്ടും ചൊവ്വാദോഷവും ശാരീരികപരമായ ക്ലേശം, അല്പം ദാമ്പത്യ ക്ലേശം, ഒരു ബന്ധുക്കളുമായി സ്വരച്ചേർച്ചക്കുറവ്, പിന്നെ വൊമിറ്റിംഗ്, ഹെഡേക്ക് ആൻഡ് ഫീവർ, തലവേദന, പനി, രക്തത്തിനകത്ത് കുഴപ്പങ്ങൾ, തലകറക്കം, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ വരാം. പൊതുവെ ഈ മാസം ഈ രാശിക്കാർക്ക് നല്ലതാണെങ്കിലും കണ്ടകശനി നിൽക്കുന്നതിനാൽ ശനീശ്വര പൂജകളോ ശനീശ്വര ഹോമാദികൾ, ശാസ്താവിന് നീരാഞ്ജന, എള്ളു പായസം, ശിവങ്ക ജലധാര, കൂവളമാല, ശനിയാഴ്ച സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രം, ഇപ്രകാരമൊക്കെ ചെയ്ത് ദോഷകാഠിന്യങ്ങൾ, ശാരീരിക സ്വാസ്ഥ്യം, മാനസിക സ്വാസ്ഥ്യം ഇവ കുറയുന്നതിനും നന്മകളുടെ വരവിന് തടസ്സം വരാതിരിക്കുന്നതിനും വരുന്ന നന്മകൾ പരിപോഷിക്കാൻ ഈ വക പ്രതിവിധികൾ നല്ലതാണ്. അടുത്ത ജൂലൈ മാസത്തെ സന്തോഷകരമായ അനുഭവങ്ങളുമായി നാം തങ്ങളിൽ കൂടിക്കാണുന്നിടം വരെ ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി തുലാം രാശിക്കാരുടെ ഫലങ്ങൾ, ഈ ജൂൺ മാസത്തെ ഫലങ്ങൾ ശർമാജി നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി നക്ഷത്രം, വിശാഖം 3/4 ഭാഗം, അതായത് 45 നാഴിക, 3 പാദം അടങ്ങുന്നതാണ് 2 നക്ഷത്രമാണ് തുലാം രാശി. ഇതിൻ്റെ ചിഹ്നം തന്നെ ലിപ, അതായത് തുലാസാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. നിലകൊള്ളേണ്ടവരാണ് എന്നുള്ളതേ ഉള്ളൂ. നിലനിർത്തുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തിരുന്നാലും നീതിയും സത്യവും ധർമ്മത്തിൻ്റെയും വകുപ്പിൽ ജീവിക്കുന്നവരായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. ഇനി ഇതര മേഖലകളിലാണെങ്കിൽ പോലും അതിനകത്ത് സത്യവും ധർമ്മവും നീതിയും ഇവർ മുൻകൈയെടുക്കും. നിഷ്പക്ഷപാതികളായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതങ്ങൾ എന്ന് പൊതുവെ പറയുകയാണ്. ജൂൺ മാസം ഇവരുടെ ഫലങ്ങൾ എന്താണ്? പൊതുവെ വ്യാഴമൊക്കെ മാറി അത് വളരെ ദൂഷ്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും വൈകാരികപരമായും ആരോഗ്യപരമായും ഏത് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആ മേഖലകൾ, ഏർപ്പെടും മേഖലകൾ, വ്യാപരിക്കുന്ന മേഖലകൾ എല്ലായിടത്തും, പ്രത്യേകിച്ച് കുടുംബതലത്തിൽ മൊത്തത്തിൽ പറയുന്നത് അതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ, സാമുദായിക, സ്ത്രീ പുരുഷ ഭേദമന്യേ ഏർപ്പെടുന്ന സകല മേഖലകളിലും പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങിയിരിക്കും, പഴി കേൾക്കും, പ്രതിയാകും. കുടുംബസ്ഥർക്കൊക്കെ ആണെങ്കിൽ പുത്രൻ്റെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പൊതിയന ദുഃഖം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പുത്രൻ്റെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, ഭർത്താവിൻ്റെ ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന ദുഃഖം, ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഉദ്യോഗ സ്ഥിരതയാവാത്ത ദുഃഖം, ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ്സിൽ ഇളക്കം വന്നിരിക്കുന്നത്. ഈ മേഖലകളിൽ ബിസിനസ്സുകൾ, ജോലിയിൽ, അത് ഗവൺമെൻറ് ജോലിയാകാം, പ്രൈവറ്റ് ആവാം, വിദേശമാവാം, കൂലിപ്പണിയാവാം, മറ്റ് മുതലാളിയാവാം, തൊഴിലാളിയാവാം, എന്തിന് ഭരണകർത്താവാം, ഒരു ഗ്രാമത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ അധികാരിയാവാം, അല്ലെങ്കിൽ കലാരാഷ്ട്രീയം, സാമുദായികം, ട്രേഡ് യൂണിയൻ, മറ്റ് ഇതര മേഖലകളിൽ
വ്യാപരിക്കുന്ന ബൗദ്ധിക മേഖലകൾ, വൈദ്യശാസ്ത്ര മേഖലകൾ എവിടെയാണെങ്കിലും പത്തിയടിക്കും, പൊത്തിലൊളിക്കും ഒളിച്ചു താമസിക്കേണ്ടതായ ജാള്യത പാത്തു നടക്കും. അതായത് ജനങ്ങൾ അധികം തിങ്ങിക്കൂടാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇന്നടത്തേക്ക് പോവുകയാണ്, അല്ലെ ഇന്നടത്തേക്ക് ഇന്ന ആളിനെ കാണാൻ പോവുകയാണ് എന്നൊന്നും പറയുകയില്ല. പാത്തും പതുങ്ങിയും നടക്കേണ്ട ചില നാണക്കേടുകൾ, ചില നിയമക്കുരുക്കുകൾ, ചില അപഖ്യാതികൾ, ചില ആരോപണങ്ങൾ, ചില ഭയങ്ങൾ പേടിച്ച് വേണം നടക്കാൻ. പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പഴി കേൾക്കും. പഴി കേൾക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ കാരണ, അച്ഛൻ കാരണ, അമ്മ കാരണ, അല്ലെങ്കിൽ ചേട്ടൻ കാരണ, അല്ലെങ്കിൽ അമ്മ കാരണമാ, അല്ലെങ്കിൽ ചേച്ചി കാരണമാ, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാ, ഞങ്ങൾക്കും കൂടെ പഴി, പരിഭവം. ചിലപ്പോൾ പ്രതിസ്ഥാനത്തേക്കാൾ വലുതാണ് പഴി. കാരണം അത് മാറുന്നില്ല. കുറ്റാരോപിതമല്ലെങ്കിലും ഈ പഴി പിന്നീട് മാറുന്നില്ല. പ്രതിസ്ഥാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല വക്കീലിനെ വെച്ചൊക്കെ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം സിവിലോ ക്രിമിനലോ സംബന്ധമായ പ്രതിസ്ഥാനത്തേക്ക് ജൂൺ 2-ാം തീയതി മുതൽ വരിക. മഴയ്ക്ക് മുമ്പ് ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് മൊബൈലിലൊക്കെ വരുന്നില്ലേ, വലിയ ശക്തമായ മഴയും കൊടുങ്കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത എന്നൊക്കെ ഉള്ളത് തലേ ദിവസമൊക്കെ വരും. കുറേയെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞ മാതിരി ജൂൺ 1-ാം തീയതി മുതലോ അല്ലെങ്കിൽ മെയ് 20-ാം തീയതി മുതലൊക്കെ ഈ ഫലങ്ങൾ കണ്ടു തുടങ്ങും. ജാതക നിലയിൽ ഏറ്റവും ടൈം മോശമായവർക്ക് കുറച്ച് നേരത്തെ തന്നെ ഫലം കണ്ടു തുടങ്ങും. ഒരു പനി അല്ലെങ്കിൽ ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യം തൊണ്ടയൊന്ന് കാവും, തുമ്മും, കണ്ണൊക്കെ ചുമക്കും, ചെവി അടയ്ക്കും, ജലദോഷം, വായ്ക്ക് രുചിയില്ലായ്മ, അങ്ങനെ ക്ഷീണം, ഉറക്കം, മന്ദത, തുമ്മൽ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴേ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിൽ തടസ്സം, ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലിസ്ഥിരതയ്ക്ക് തടസ്സം, അതുപോലെ ഉദ്യോഗത്തിലിരിക്കുന്നവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ മനുഷ്യനല്ലേ സംഭവിക്കാം. ചില സാമ്പത്തിക കാര്യങ്ങളോ അല്ലെ ഉത്തരവാദിത്ത രാഹിത്യങ്ങളോ ഒക്കെ കൊണ്ട് ട്രാൻസ്ഫർ, ഡീപ്രമോഷൻ, പനിഷ്മെൻറ്റ് ഇത്യാദി കാര്യങ്ങളിൽ കുടുങ്ങാം. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളാണ് ഏതെങ്കിലും ക്രിമിനൽ ബന്ധങ്ങളുമൊക്കെ ആയിട്ട് വരിക, അല്ലെങ്കിൽ അതിനകത്ത് നാർക്കോട്ടിക്കലോ മറ്റേതെങ്കിലും കൊലപാതകങ്ങളോ മറ്റേതെങ്കിലുമായിട്ട് ബന്ധം, പ്രതി, സാക്ഷി, പ്രതിയാണ് കൂടുതലും വരുന്നത്. അതിനകത്തൊക്കെ പ്രതിപ്പട്ടിക വരിക, ആരോപണ വിധേയമാകുക. സിനിമയിലും സീരിയലിലും മറ്റ് കലാപരമായിട്ടും രാഷ്ട്രീയത്തിലും നിൽക്കുന്നവർക്ക് ഏതെങ്കിലും അണികൾ, അവരുടെ ആരാധകർ ആയിട്ട് പിന്നെ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാകുക, കുറ്റം, ആരോപണം, ആ മേഖലയിൽ നിന്ന് പുറന്തള്ളുക, നടന്നു വരുന്ന ആ തൊഴിൽ മേഖല മുറിഞ്ഞു പോവുക, പകരം ആളിനെ വെച്ചൊക്കെ മുന്നോട്ട് പോകേണ്ടി വരിക, അല്ലെങ്കിൽ അസുഖം വന്ന് കുടുംബത്തിൽ പിതാക്കൾക്ക് ദോഷം വരുമെന്നാണ് 10-ൽ വ്യാഴം. ആർക്ക് വരുന്നോ, ചിത്തിര, ജ്യോതി, വിശാഖം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. അതാണ് ശർമ്മജി ഒരു സംശയം. നമ്മൾ ഒരു രാശിയിൽ തന്നെ ഇപ്പൊ പല നക്ഷത്രങ്ങൾ വരുമല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ആ ഒരു ഫലത്തിൽ അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഫലത്തില് ഏറ്റക്കുറച്ചിൽ വരും. ഏറ്റക്കുറച്ചിൽ എന്ന് വെച്ചാൽ ഇപ്പം മഴ ഇത്ര ഡിഗ്രിയിൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് വ്യത്യസ്തമായിരിക്കും. എന്നാൽ മഴ ശരാശരി ഉണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് 2 ദിവസം പെയ്യുന്ന മഴ, അല്ലെ ചിറാപ്പുഞ്ചിയിൽ 2 ദിവസം തുടർച്ചയായിട്ട് കിട്ടുന്ന മഴ തിരുവനന്തപുരത്ത് കിട്ടണമെന്നില്ല. 2 മണിക്കൂറായിട്ട് കുറയും. അത് മറ്റു മേഖല 1 മണിക്കൂറായിട്ട് കുറയും. പക്ഷെ മഴ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കും. അതുപോലെ ജാതക നിലയിൽ വ്യത്യസ്തമായ നാളുകൾക്ക് എങ്ങനെയാണെങ്കിലും ജാതക നിലയിൽ ഗ്രഹങ്ങളുടെ ഡിഗ്രി ബലം, അതുപോലെ തന്നെ യോഗബലങ്ങൾ അനുസരിച്ച് ചിലർ പ്രതിപ്പട്ടികയിൽ വന്നാൽ പോലും അവർക്ക് വന്നുകൂടും അതിൽ നിന്നൊരു രക്ഷ. ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 12 കൊല്ലം ജയിലിൽ കിടക്കേണ്ടവൻ 12 മണിക്കൂറായിട്ട് ഒരു വാറണ്ട് വന്നു, അകത്ത് കിടന്നു, ജാമ്യം എടുത്തു പോന്നു. ആ പേരിന് ആ കൂട്ടിനകത്തൊന്ന് കയറാതിരിക്കാൻ പറ്റൂല. അതിൻ്റെ വാതക്കലെങ്കിലും ചെല്ലേണ്ടി വരും. ആക്ഷേപഹാസ്യങ്ങളിൽ പെടും.
ENT വിഭാഗം, ചെവി, മൂക്ക്, കണ്ണ്, തൊണ്ട, ഇവിടുന്ന് പത്തി എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇതിനെന്തെങ്കിലും അപകടങ്ങളോ രോഗങ്ങളോ വരും. ചിലപ്പോൾ എയർ കിട്ടിയാലും മതി, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തല വീണാലും മതി മുകളിൽ നിന്ന്, അതല്ലെങ്കിൽ കമന്നടിച്ച് വീണാൽ മതി. ഈ ഭാഗത്തിന് കേടുവരിക. അതുപോലെ പ്രതാപ ഐശ്വര്യങ്ങൾ മങ്ങുക, വോൾട്ടേജ് മങ്ങുക, കത്തി നിൽക്കുന്നവർ പെട്ടെന്ന് നിൽക്കുക. അത് പെട്ടെന്ന് സിനിമയിലും രാഷ്ട്രീയത്തിലും ആയിരിക്കും കൂടുതൽ അത് ഫലം. പെട്ടെന്ന് അണികളൊക്കെ അങ്ങ് ചെതറിപ്പോവുക, കാലുമാറുക, പഴി കേൾക്കുക. അച്ഛൻ കാരണം, ചേട്ടൻ കാരണം, അമ്മ കാരണം, ചേച്ചി കാരണം, താങ്കൾ കാരണമോ, ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ പ്രതി സ്ഥാനം വരിക, ഷൗട്ടിങ്, അധികാരികൾ കണ്ണുരുട്ടും, അവിവേകം അല്ലെങ്കിൽ അബദ്ധം, അമളി മുതലായതൊക്കെ വരും. ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതി വരും. ചിലപ്പോൾ സസ്പെൻഡ്, ഡിസ്മിസ് മുതലായതൊക്കെ വരും. അത് ജാതക നിലയും കൂടെ വെച്ച് വലിയ കൂടിയ പ്രസ്ഥാനങ്ങളിലും ബിസിനസ്സുകളിലും ഇരിക്കുന്നവർക്കൊക്കെ ഇത് കൂടുതൽ ബാധകമാണ്. സാധാരണക്കാരനും അന്നന്നത്തെ കഷ്ടപ്പെടുന്നവന് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഈ പറഞ്ഞ വ്യക്തികൾ പണിയില്ല, അല്ലെങ്കിൽ എന്താടാ എന്നൊക്കെ പണിക്ക് വന്നില്ലേ, ഇല്ല, നാളെ പോലെ നീ വരണ്ട, തീർന്നു. പിറ്റേ ദിവസം കാണാൻ വന്നു കഴിയുമ്പോഴത്തേനും സാരമില്ല പോരെ, മേളിൽ ഇത് ആവർത്തിക്കരുത്, തീർന്നു. മറ്റേ അതല്ല, ജീവിതമേ പോയി, അണികൾ പോയി, ആരാധകർ പോയി, സഹപ്രവർത്തകർ പോയി, വലിയൊരു ശത്രുക്കളായിട്ട് ജനങ്ങൾ കാണും. അതാണ് ഒരു നിമിഷം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ. തുലാം രാശിക്കാരെ ഈ പറഞ്ഞ പ്രതിസ്ഥാനവും പരിസ്ഥാനവും പുത്രൻ, പുത്രി, ഭാര്യ, ഭർത്താവ്, സ്വർണം, ധനം ഈ വക മേഖലയിൽ തലതാഴ്ത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ കാലഘട്ടം, അല്ലെങ്കിൽ പഴികേട്ട് വിഷമിച്ചിരിക്കുന്ന സമയം 17-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി മുതൽ ജൂൺ 17, 18, 19 തീയതികളിൽ രക്ഷാകവാടം തുറക്കപ്പെടും. വൻ സഹായികൾ രംഗത്ത് വരും. പുതിയ സൗഹൃദങ്ങൾ കൂടിച്ചേരും. സഹായഹസ്തങ്ങൾ, പല ഹസ്തങ്ങൾ മുന്നോട്ട് വരും. കെണിയിലും ചതിക്കുഴിയിലും കിടക്കുന്നവർ ഈ ആനയൊക്കെ പിടിച്ച് മേലോട്ട് കയറ്റുന്ന പോലെ കുങ്കിയാനകൾ വരും. നാട്ടാനകളെ, പിന്നെ കാട്ടാനകളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് കുങ്കിയാനകൾ വരികയല്ലേ എന്ന് പറഞ്ഞതുപോലെ ആന തന്നെ, മനുഷ്യൻ തന്നെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും പുതിയ ലയനം, പുതിയ സൗഹാർദ്ദം, പുതിയ സഹായം, ദൈവാനുഗ്രഹം, പുതിയ അണികൾ, അതുപോലെ തന്നെ പഴിസ്ഥാനത്തിനും പ്രതിസ്ഥാനത്തിനും കുറ്റം, ആരോപണം, സ്വർണത്തിൻ്റെ കാര്യത്തിലും മറ്റ് പെണ്ണിൻ്റെ കാര്യത്തിലും മണ്ണിൻ്റെ കാര്യത്തിലും അധികാരത്തിൻ്റെ സ്ഥാനത്തിലും, മണ്ണും പെണ്ണും പൊന്നും അധികാരവും കൊണ്ട് തലതാഴ്ത്തേണ്ടി വരുമെന്നാണ്. അത് സ്ത്രീയായാലും പുരുഷനായിരുന്നാലും, വൃദ്ധനായാലും കുട്ടിയായിരുന്നാലും, വിദ്യാർത്ഥിയായിരുന്നാലും, രാഷ്ട്രീയക്കാരായിരുന്നാലും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നാലും, കച്ചവടക്കാരായിരുന്നാലും, തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും ഇത് കേൾക്കും. അതിൽ നിന്ന് 17, 18, 19 തീയതികളിൽ രക്ഷാകവാടം, സഹായഹസ്തം, സഹായികൾ, അനുകൂലികൾ, ശത്രുക്കൾ അകലും, പ്രതികൂലികൾ മടങ്ങും, അസൂയക്കാർ മാറി നിൽക്കും. അപ്രതീക്ഷിത മേഖലയിൽ നിന്ന് അനുകൂലികൾ വന്നു ചേരും. പഴിയും പ്രതിയും ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഹൈ ലെവലിലുള്ള ഏതെങ്കിലും സുപ്രീം കോടതി പോലെയുള്ള വക്കീലന്മാർ ആ കേസേക്കും, ഞാൻ ഏറ്റു, പൊയ്ക്കോ എന്നൊക്കെ പറയുക. അത് തന്നെ ഒരു ആശ്വാസമില്ല ഒരാളങ്ങനെ പറയുക. അതുപോലെ തന്നെ വിലങ്ങുകൾ ഒഴിവാകും, അറസ്റ്റ് വാറണ്ടുകൾ ഒഴിവായി കിട്ടും. പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് മനസ്സും ശരീരവും വ്യാപിക്കും. അതിന് ദൈവം കൂട്ടുനിൽക്കും. പ്രതാപൈശ്വര്യങ്ങൾ വീണ്ടും വീണ്ടും തേടിയെത്തുകയും അവയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും പുത്രൻ, പുത്രി, ഭാര്യ, സ്വർണം, പുത്രൻ, പുത്രി, ഭർത്താവ്, സ്വർണം, ധനം, ഭൂമി മുതലായവയിൽ ഉണ്ടായിരുന്ന കുണ്ഠിതം, നാട്ടുകാർക്കിടയിലുള്ള വിരോധം, പഴി, പുച്ഛം, അവഗണന ക്രമേണ സൂര്യകിരണങ്ങളാൽ മഞ്ഞുരുകുന്ന പോലെയും ഔഷധ പ്രയോഗത്താൽ അസുഖങ്ങൾ മാറുന്ന പോലെയും 17, 18, 19 തീയതികളുണ്ട് മാറ്റപ്പെട്ട് ജൂൺ മാസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ വക കാര്യങ്ങൾക്ക് ദോഷശക്തി കുറയുന്നതിനും
അതുപോലെ തന്നെ ഗുണഫലങ്ങൾ തക്ക സമയത്ത് കിട്ടുന്നതിനും നവഗ്രഹപ്രീതികൾ വരുത്തുന്നത് നല്ലതാണ്. സൂര്യ ശൗര്യ മധേന്ദുരുച്ച പദവീം സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം ശുക്രസുഖം സംശനി രാഹുർബാഹുബലം കരോതി വിബലം കേതുക്കുലസ്യോന്നതി നിത്യം പ്രീതികരാ ഭവന്തു ഭവതാം സർവേ പ്രസന്നാഗ്രഹ. 9 ഗ്രഹങ്ങളെ പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദി പഞ്ചഭൂത സാരാംശങ്ങളെ കൊണ്ട് നവഗ്രഹങ്ങളെ ആവാഹിച്ച് പഞ്ചഭൂത ശക്തികളെ കൊണ്ട് പ്രസാദിപ്പിച്ച് മേൽപ്പറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് നവധാന്യങ്ങൾ നവഗ്രഹങ്ങൾക്ക് ഹോമിക്കുക. വളരെയധികം നവഗ്രഹങ്ങൾ പ്രീതിപ്പെടും. അവനവൻ ചെയ്ത കഴിഞ്ഞ ജന്മത്തും ഈ ജന്മത്തും ഒക്കെ ചെയ്ത പുണ്യങ്ങൾ കൊണ്ട് വൻ വിപത്തുകൾ ചെറിയ തോതിൽ നിസ്സാരമായി മാറുന്നതും പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നതുമല്ല. കൂടുതൽ കൂടുതൽ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവർ, വിവിധ രാജ്യങ്ങളിൽ വിവിധ ബിസിനസ്സുകൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുതൽ മുടക്ക് ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ ഈ നവഗ്രഹ ഹോമങ്ങളും നവധാന്യങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങളും ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടതാണ്. ഇപ്രകാരമൊക്കെ ചെയ്ത് ദോഷഫലങ്ങളൊക്കെ മാറി പ്രതിസ്ഥാനവും പരിസ്ഥാനവും ഒക്കെ മാറി അന്തസ്സും അഭിമാനവും അഭിയാത്യവും ഒക്കെ നേടി ചിത്തിര ജ്യോതി വിശാഖ നക്ഷത്രക്കാർ മറ്റ് സമൂഹത്തിൽ പറ്റിയ പോലെയുള്ള പ്രഭാവശേഷത്തോടെ വരുവാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ വിഭവങ്ങളും ആയിട്ട് ജൂലൈ മാസം കൂടി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. തുലാം രാശിക്കാരുടെ ഫലമാണ് നിങ്ങൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. അടുത്തതായി ശർമ്മജി വൃശ്ചിക രാശി. വിശാഖ ഒടുവിൽ 15 നാഴിക, അനിഴം, തൃക്കേട്ട ഈ രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചിക രാശി. ഈ രാശിക്കാർക്ക് സൗഖ്യസ്ഥാനത്ത് സർപ്പവും പഞ്ചമ സന്താനസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാജഗ്രഹവും സഞ്ചരിക്കുന്ന കാലമാണ് പ്രധാനം. പ്രത്യേകിച്ച് ജൂൺ മാസം മുതൽ ഈ രാശിക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും കുടുംബസ്ഥർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ചില നന്മകളിലേക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം, ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലിക്ക് അവസരങ്ങൾ തെളിയുന്ന മാസം, അതിന് തെളിയാനുള്ള തുടക്കം, കുടുംബസ്ഥർക്കാണെങ്കിൽ ഭാഗ്യം, ഉന്നതി, ഉയർച്ച, വളർച്ച, മനസ്സന്തോഷം ഇങ്ങനെയുള്ളതൊക്കെ ലഭിക്കാനും സന്താന പരമ്പരകൾക്ക് അഭിവൃദ്ധിപ്പെടാനും ഭാഗ്യോദയം പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായിട്ട് ഉള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പണം വരാൻ ധനധാന്യാദി ഗുണങ്ങൾ കിട്ടുവാനും ശാരീരിക സ്വാസ്ഥ്യങ്ങൾ കഴിവതും പ്രത്യേകിച്ച് ഉദരവ്യാധി, ത്വക്ക് മുതലായതൊക്കെ ശമനം വരുവാനും പുതിയ ഔഷധം സ്വീകരിക്കാനും ഭാഗ്യോദയങ്ങൾ, കുടുംബത്തിൽ മംഗളം, സന്താന പരമ്പരകൾക്ക് ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ ജോലിക്ക് ഉള്ള പ്രായമായ മക്കളൊക്കെ ഉള്ളവർക്ക് ജോലിക്ക് അവസരം, കല്യാണം മുതലായത് നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം നടക്കാനുള്ള യോഗങ്ങൾ, കടബാധ്യതയുള്ളവർക്ക് കടം തീരാനുള്ള യോഗങ്ങൾ, പുതിയ വരുമാന ഉറവിടം, പ്രതീക്ഷിതമായ സ്ഥാനത്തു നിന്നുള്ള പണം, അപ്രതീക്ഷിത മേഖലയിൽ നിന്നുള്ള ധനാഗമം, തൊഴിൽ പുരോഗതി, സർവീസിൽ ഇരിക്കുന്നവർക്ക് ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഭാഗ്യം, തൊഴിൽ പുഷ്ടി മുതലായവയും ഇതര മേഖലകളിൽ കലാരാഷ്ട്രീയം, സാമുദായികം, പൊതുപ്രവർത്തനം, നിർമ്മാണ മേഖലകൾ, തൊഴിലാളി മേഖലകളിലും ഇതര രാജ്യങ്ങളിൽ പോയി ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ഒക്കെ ഏറ്റവും അനുകൂലമായ ചില സിഗ്നലുകൾ കിട്ടുന്ന മാസമാണ്. അതിൽ പ്രത്യേകിച്ച് 23, 24, 25 തീയതികളിൽ ചില നന്മകൾ മാടി വിളിക്കും. ചില ഉന്നത വ്യക്തികളുമായി കൂടിക്കാണും. സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മിത്രങ്ങൾക്കും സഹോദര്യ മൈത്രി എന്നിവർക്കും ആയിട്ട് കൂടിക്കാണുകയും അതുപോലെ സഹായ പരസ്പരം സമ്മേളിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മാസം. അപൂർവം ചില പ്രകൃതിക്ഷോഭങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. തുടക്കത്തിൽ, അതായത് ജൂൺ 1, 2, 3 ദിവസങ്ങളിൽ പ്രകൃതിക്ഷോഭം എന്ന് പറയുമ്പോൾ കാറ്റും കോളും ഇടി ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കണം. ലൈറ്റനിങ് കാര്യങ്ങൾ, ഇടിമിന്നൽ, തേപ്പുപെട്ടി മുതലായത്, അയൺ, കറണ്ട്, ഗ്യാസ്, കറിക്കത്തികൾ, മിഷനറികൾ, മിന്നൽ ഇങ്ങനെയുള്ളതൊക്കെ ആദ്യത്തെ വാരം ഒന്ന് ശ്രദ്ധിക്കണം. ഗൃഹോപകരണങ്ങൾക്കൊക്കെ
ക്ഷീണം സംഭവിക്കും. എങ്കിലും 23, 24, 25 തീയതികളിൽ രക്ഷാമാർഗം, സന്തോഷവാർത്തകൾ, സന്തോഷദിനങ്ങൾ, സൗഭാഗ്യദിനങ്ങൾ, പുതിയ പുതിയ നന്മകൾ, കാറ്റും കോളും മാറി കുടുംബത്തിന് ശാന്തിയും സന്തോഷവും സമാധാനവും വരുന്ന കാലം. ജോലിക്കാർക്കും മറ്റുമൊക്കെ പുതിയ പുതിയ ഉണർവും ഉന്മേഷവും അധികാരികൾ അനുമോദിക്കും. തൊഴിൽ മേഖലയിൽ കർമ്മപുഷ്ടി തെളിയിക്കും. രാഷ്ട്രീയ കലാമേഖലകളിൽ വളരെ ശ്രദ്ധേയമാവുന്ന ഒരു ദിവസങ്ങളാണ്. കൊടുക്കൽ വാങ്ങലുകൾ ഗുണകരമായി തീരും. പൊതുവെ സർപ്പദോഷവും ശനിദോഷവും ഉള്ളതിനാൽ ഏതുവിധ നന്മകൾ വന്നിരുന്നാലും ആ മന്ദഹാസത്തിനും അസന്തോഷത്തിനും ഉള്ളിൽ ഒരു ചെറിയ ദുഃഖവും ഒരു ചെറിയ ക്ലേശവും മുഖത്ത് നഗരിക്കും. ആയതിനാൽ സർപ്പബലി, നൂറും പാലും, പുള്ളുവപ്പാട്ട് മുതലായവ സർപ്പക്ഷേത്രത്തിൽ ചെയ്യുകയും ശനിദേവൻ എള്ളുപായസം, നീരാഞ്ജനം മുതലായവയും, അതുപോലെ തന്നെ സാധുക്കൾക്ക് അന്നദാനം മുതലായതൊക്കെ ശനിയാഴ്ചയും ചെയ്തു വന്നാൽ ചെറിയ ചെറിയ കാലക്കേടുകളായിട്ട് മാറും. വലിയ ഗുണഗണങ്ങൾ മുഴങ്ങുന്ന ഒരു മാസം അതിൻ്റെ ആരംഭമായിട്ട് ഈ ജൂൺ മാസം ഉണ്ടാവും. വരുന്ന ജൂലൈ മാസത്തെ നന്മകളും കാര്യങ്ങളുമായി നാം തങ്ങൾ ജ്യോതിഷപരമായി കൂടിക്കാണുന്നിടം വരെ സർവ്വ നന്മകളും ഈ രാശിക്കാർക്ക്, പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ധനുരാശിക്കാരുടെ ഫലങ്ങളാണ്. അവർ ഈ ജൂൺ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് ശർമാജി സംസാരിക്കും. ധനുരാശി എന്ന് പറയുമ്പം മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം 15 നാഴിക. അപ്പം ഈ 2 നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, കുടുംബജനങ്ങൾ, ദമ്പതികൾ, തൊഴിലാളികൾ, മുതലാളികൾ, കലാരാഷ്ട്രീയം, സാമുദായികം, ഇതര മേഖലകളിൽ വ്യാപരിക്കുന്നവർ, കോൺട്രാക്ടേഴ്സ്, ഡാക്ടേഴ്സ്, അതുപോലെ എൻജിനീയേഴ്സ്, വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും, കലാരാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്നവരും, വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും കുടുംബസ്ഥരും അധ്യാപകരും ഉൾപ്പെടെ ഏത് മേഖലകളിൽ നിൽക്കുന്നവർക്കും ഇവർക്ക് പറ്റിയിരിക്കുന്ന ജൂൺ മാസത്തിൽ ചില ദുഷ്ടജനങ്ങൾ, ചില ക്രിമിനൽസുകൾ, ക്രിമിനൽ ചിന്താഗതിയുള്ളവർ, ചില രാക്ഷസീയ ചിന്തകൾ ഉള്ളവർ, ചില പ്രത്യേക സൗഹൃദങ്ങളുമായി കൂടി ബന്ധപ്പെട്ട് ഇടപെട്ട് ചെയ്യുന്ന സംഭാഷണങ്ങൾ, അത് വിദ്യാർത്ഥികൾക്കാവാം, ഉദ്യോഗാർത്ഥികൾക്കാവാം, ചില ഉദ്യോഗസ്ഥർക്കാവാം, തൊഴിലാളികൾക്കാവാം, വിവിധ മേഖലകളിൽ നിൽക്കുന്നവർക്കും ദുഷ്ടാത്മാക്കളും അതുപോലെ തന്നെ ദുഷ്ടസൗഹൃദങ്ങളും കാലോചിത ബുദ്ധിയില്ലാത്ത ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുബന്ധങ്ങൾ കൊണ്ട്, അവരുടെ ഉപദേശങ്ങളും കൂട്ടുബന്ധങ്ങളും ഇടപെടലും കൊണ്ട് കുടുംബത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും സൗഹാർദ്ദ മേഖലകളിലും ഏതിന് രാഷ്ട്രീയ കലാ മറ്റ് മാർഗങ്ങളിൽ സാമൂഹ്യ രംഗങ്ങളിലും ഒക്കെ ചില വലിയ ഗുരുതരമായ വീഴ്ചകളും അധപ്പതനങ്ങളും ദുഷ്പേരുകളും ഉണ്ടാകാനുള്ള സാധ്യത ഈ ജൂണിൽ പ്രതീക്ഷിക്കണം. അത് കരുതിയിരിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഗൗരവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതിനാണല്ലോ നമ്മൾ ജ്യോതിഷമൊക്കെ നോക്കുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, ഗുണഫലങ്ങൾ വരുന്നത് ആസ്വദിക്കുക, ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി വരിക, മഴ വരുന്നതിന് മുമ്പ് കുടന്ന് പുറത്ത് പിടിക്കുക, വെയിൽ വരുന്നതിന് മുമ്പ് കുടന്ന് പുറത്ത് പിടിക്കുക, കഴിവതും വെയിലും മഴയും കൊള്ളാതിരിക്കുക, എന്നാലും കുറേയൊക്കെ അനുഭവിക്കും എന്ന് പറയുന്ന പോലെ ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ അഷ്ടമവ്യാഴവും കണ്ടകശനിയുമാണ്. ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും ദോഷകരമായ സമയമാണ്.
തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും, ശപിത്തിടും, വേർവിട്ടിടും. വലിയും ക്രിമിനൽ കുറ്റമോ തടവോ പിഴശിക്ഷയോ, ക്രിമിനൽ കുറ്റങ്ങളിലോ തടവിലോ പിഴയിലോ, അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധിച്ച് നിർത്തുവോ, ഖരാവായിക്കൊക്കെ ഇരയാവുമോ, അങ്ങനെയുണ്ട്. കുറ്റം ചെയ്യണമെന്നൊന്നുമില്ല. ഓഫീസിലേക്ക് പോകുമ്പോഴോ ഭരണതലത്തിലേക്ക് പോകുമ്പോഴോ വീട്ടിലോട്ട് പോകുമ്പോഴോ ഖരാവോ അവിടെ നിന്ന് സമരം ഒന്നും മലമൂത്ര വിസർജനത്തിന് പോലും സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് സമ്മതിപ്പിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൂക്കുവിളിയായി ഏറായി. ഇതിനൊക്കെ ചിലപ്പം കുറ്റം ചെയ്തവരാവാം, ചെയ്യാത്തവരാവാം. ഈ രാശിയിൽപ്പെട്ടവർ അതിനകത്ത് കൊടുക്കും. അല്ലെ ബന്ദ്, അല്ലെ ഹർത്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതിക്ഷോഭം, അതല്ലെങ്കിൽ ദുഷ്ടരും മറ്റേ ഏതെങ്കിലും കുതികാലുവെട്ടികളും ചതിയന്മാരും കാലോചിത ബുദ്ധിയില്ലാത്തവരും പരിഷ്കൃത ബുദ്ധിയില്ലാത്തവരുമായി ഉള്ള ബന്ധങ്ങൾ കൊണ്ട് കുടുംബം കലക്കുക, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ഗുരുതര വീഴ്ചകൾ കുടുംബത്തിലും ദാമ്പത്യത്തിലും സമൂഹത്തിലും സാമ്പത്തിക രംഗങ്ങളിലും ഒക്കെ ഗുരുതരമായ വീഴ്ചകളൊക്കെ വരിക, തൊട്ടതും നനച്ചതും പ്രതീക്ഷിച്ചതും ബിസിനസ്സുകളൊക്കെ പൊട്ടാനും നിർത്താനും ഒക്കെയുള്ള കാരണങ്ങൾ വരും. ചില മുഴുവൻ കാര്യങ്ങൾ പഠിക്കാതെ ചില വിഷയങ്ങളിൽ ചാടി പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരിക. തൊട്ടതൊക്കെ പൊട്ടും, നനച്ചതെല്ലാം തെറ്റും. എവിടെയൊക്കെ തൊടുന്നോ എവിടെയെല്ലാം നനച്ചോ അതെല്ലാം ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി പൂർത്തിയാകുക. അടിസ്ഥാന മാറ്റങ്ങൾ, വീട്, തൊഴിൽ, വാഹനം മുതലായതെല്ലാം വിറ്റുപോവോ ഷിഫ്റ്റ് ചെയ്യുകയോ എല്ലാം. പെറ്റമ്മ പോലുമേ പണങ്ങിടാം. മാതാവിന് രോഗങ്ങളോ പിണക്കമോ മാതൃശാപങ്ങളോ വിരഹങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുക, ഉള്ളിൻ്റെ ഉള്ളിൽ ശപിക്കേണ്ടി വരിക, ഈ വക മേഖലകൾ ഒക്കെ വരുന്നു. 23, 24, 25 തീയതികളിൽ ഈ വക ദുരിതങ്ങളിൽ നിന്ന് രക്ഷാകവാടം തുറക്കും. സഹായഹസ്തങ്ങളുണ്ടാവും. സന്മനസ്സുള്ളവർ കൈകോർക്കും, സഹായിക്കും. സാമ്പത്തിക രംഗങ്ങൾ അല്പം ഉഷാറാവും. ശാരീരികവും മാനസികവും തൊഴിൽ മേഖലകളും കുടുംബസ്ഥിതിയും വൻ തിരമാലകളൊക്കെ മാറി ഒരു ശാന്തതയിലേക്കാവും. അതുപോലെ തന്നെ ആ ദുരന്ത ഭൂമിയിൽ സഹായഹസ്തങ്ങളുമായിട്ട് എത്തും. പൊതുവെ കണ്ടകശനിക്ക് ശനീശ്വര പൂജകൾ, ശനിയാഴ്ച അന്നദാനം, കാരുണ്യ പ്രവർത്തനം, പ്രാർത്ഥനകൾ, അഷ്ടമവ്യാഴത്തിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, കഴിവതും ഒരിക്കലെടുക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഇത്യാദി കർമ്മങ്ങളും പ്രതിവിധികളും ഒക്കെ ചെയ്യുക. വൻതോതിലുള്ള ബിസിനസ്സുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുതൽ മുടക്കി ചെയ്യുന്നവർ കൂടുതലായി ജാഗരൂകർ ആകേണ്ടതാണ്. ഗ്രഹനില വെച്ച് ജാതകനില നോക്കി അതിന് വേണ്ട ശക്തമായ പ്രതിവിധികൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് വളരെയധികം അടിസ്ഥാനപരമായ ദുഃഖങ്ങൾ വസ്തുവിലും കെട്ടിടത്തിലും തൊഴിലിലും സമ്പത്തിലും ആരോഗ്യത്തിലും ദാമ്പത്യത്തിലും കുടുംബത്തിലും ഒക്കെ വന്നു കയറുകയും ക്രിമിനൽ സിവിൽ കേസുകൾ, വിലങ്ങ്, അതുപോലെ അപഖ്യാതി, ബന്ധനം, താടനം, പീഡനം ഇത്യാദികളൊക്കെ കുടുങ്ങാനും കമിതാക്കൾ തെറ്റിപ്പിരിയാനും അതുപോലെ തന്നെ ഏത് പ്രവൃത്തി ചെയ്യുന്നോ അത് പൂർത്തീകരിക്കാതെ വരികയൊക്കെ ചെയ്യുന്ന സമയമാണ്. ശക്തമായ പ്രതിവിധികളൊക്കെ ചെയ്യുക. 23, 24, 25 തീയതികൾ അല്ലെങ്കിൽ ജൂൺ മാസം അവസാനം കൊണ്ട് രക്ഷാ മാർഗങ്ങൾ പലതുണ്ടാവും. ഇപ്രകാരമൊക്കെ ചെയ്ത് മാറുക. അടുത്ത ജൂലൈ മാസം കൂടി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. അടുത്തതായി മകരരാശിക്കാരുടെ ഫലമാണ് ശർമാജി നമ്മളോട് പറയുന്നത്. മകരരാശി എന്ന് പറയുന്ന ഉത്രാടം ഒടുവിൽ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം ആദ്യത്തെ 30 നാഴികയും ചേരുന്നതാണ് മകരരാശി. ഈ രാശിക്കാർക്ക് രോഗം, ദുഃഖം, ശത്രു, കടം ഇത്യാദികളും ഒക്കെ അനുഭവിച്ചു വരുന്ന ഒരു സമയം. അതായത് രോഗാദികൾ തലപൊക്കുക, പ്രത്യേകിച്ച് ശിരോരോഗം, ഉദരവ്യാധി, രക്തവാതം ഇത്യാദികളൊക്കെ വരിക. ഇതെല്ലാം കൂടെ വരണമെന്നില്ല. അതുപോലെ ശത്രു വർദ്ധനവ്, പരിസരത്തോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലോ കുടുംബത്തിൽ തന്നെയോ വ്യാപരിക്കുന്ന മേഖലയിലോ ശക്തമായ ശത്രുവും
ആ ശത്രുവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോടതി, കച്ചേരി, വക്കീൽ, പോലീസ് ഒക്കെ ബന്ധപ്പെടേണ്ട കാലം, വൈദ്യൻ, ഡോക്ടർ ബന്ധപ്പെടേണ്ട കാലം, മാന്ത്രികർ, ജ്യോതിഷർ, സൈക്കാട്രി, മനഃശാസ്ത്രം ഒക്കെ ബന്ധപ്പെടേണ്ട കാലം, മധ്യസ്ഥൻ, മന്ത്രി, തന്ത്രി ഒക്കെ ബന്ധപ്പെടേണ്ട കാലം ഒക്കെയായി വരവെ ജൂൺ 2 മുതൽ രോഗാദികളിൽ നിന്നും ശമനം, ദുരിതങ്ങളിൽ നിന്നും അല്പാൽപമായി ശമനം, ദുഃഖങ്ങളിൽ നിന്ന് ശമനം, അതുപോലെ ശത്രുക്കൾ ആയിട്ട് രമ്യതയിൽ പോകത്തക്ക മേഖലകൾ, പലവിധ രോഗങ്ങളും ആശുപത്രിവാസങ്ങളൊക്കെ കഴിവതും ഒഴിവായി കുറച്ചൊക്കെ ആരോഗ്യവും മെച്ചപ്പെടുക. അതുപോലെ മനസ്സിന് എപ്പോഴും മനോവേദനകൾ, സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ഭയം, ഉത്കണ്ഠ, ക്ലേശങ്ങൾ ഇവയെല്ലാം ഉദിച്ചസ്തമിക്കേണ്ട മാസമാണ് ജൂൺ. ഉദിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉദിച്ചതാണ്, ഇവയൊക്കെ നേരത്തെ ഉണ്ട്, അത് നിലനിന്നിട്ട് അസ്തമിക്കുക. കാരണം അത് തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം. കടബാധ്യതകളാണെങ്കിൽ അതിന് തീരേണ്ട സമയം, രോഗമാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റുന്ന സമയം, ദുഃഖങ്ങൾക്ക്, പ്രധാന ദുഃഖങ്ങൾക്ക് ശമനം, സന്താനങ്ങളുടെ അവലാതി വേവലാതി, അതുപോലെ തന്നെ പാർട്ടീഷൻ, കുടുംബ സ്വത്തുക്കൾ പാർട്ടീഷൻ നടത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ഭൂമി, വസ്തു, കെട്ടിടം ക്രയവിക്രയം നടത്തി മാറി താമസിക്കാനോ, താമസം, ജോലി എന്നിവ മാറിപ്പോകാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്കുണ്ട്. അങ്ങനെ രോഗവും ദുഃഖവും ശത്രുവും ദുരിതവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് 2, 3, 4 തീയതികളും 23, 24, 25 തീയതികളും കൊണ്ട് ദുഃഖങ്ങൾക്കൊരു തിരശ്ശീല വീഴുന്ന കാലം. നന്മകളും ഐശ്വര്യങ്ങളും മാനസിക സന്തോഷവും സാമ്പത്തികപരമായ ഉറവിടവും തൊഴിൽപരമായ അനുകൂലമായ മാറ്റങ്ങളും, അത് ഉദ്യോഗത്തിലിരിക്കുന്നവർ, ബിസിനസ്സുകാർ, പൊതുപ്രവർത്തക രംഗത്തിൽ നിൽക്കുന്നവർ, ഇവരൊക്കെ ശോഭിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം കൂടുതൽ അധികാരവും സാമ്പത്തിക പുഷ്ടിയും ജനപിന്തുണയും ഒക്കെ കിട്ടുന്ന ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ജൂൺ. ഈ മാസം കൊണ്ടെല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. രോഗവും ശത്രുവും ദുഃഖവും സന്താനക്ലേശവും മനക്ലേശവും ഏതാണ്ട് ഒട്ടുമുക്കാലും മാറും. മറ്റുള്ള സുഖസൗഭാഗ്യാദികൾ, വസ്തുഗ്രഹവാഹന സ്ഥാപനം, വേഷഭൂഷണാദികൾ, ചെറിയ തോതിൽ സമ്മാനാദികൾ, ചിട്ടി, ലോൺ ഇത്യാദികളൊക്കെ അനുകൂലമായി വരേണ്ട ചില സാധ്യതകൾ ഈ മാസാവസാനം മുതൽ ഉണ്ടാവും. തുടക്കമായ 2, 3, 4 തീയതികളിലും ധനവരവ്, സജ്ജനങ്ങളുമായി സമ്മേളനങ്ങൾ, സ്വന്തം ബന്ധം, മിത്ര സഹോദരങ്ങളുമായിട്ട് കൈകോർക്കുക ഇത്യാദി ഗുണാനുഭവങ്ങളും വരുന്നതാണ്. പൊതുവെ രാഹു കേതുക്കൾ ദോഷകരമായി നിൽക്കുന്നത് കൊണ്ട് ശിരോരോഗം, അതുപോലെ തന്നെ വെയിൻസിന്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഉദരവ്യാധി മുതലായവയൊക്കെ വരും. അതിന് ശമനം വരാനായി മറ്റ് ശത്രുക്കൾ, ഉപദ്രവങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് സർപ്പബലി, 100 പാലും, സർപ്പക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ധന്വന്തിരി എന്ന രോഗപ്രതിരോധ കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. വരുന്ന ജൂലൈ മാസത്തെ പുതിയ വിഭവങ്ങളുമായി നേരിൽ പ്രേക്ഷകരുമായി ബന്ധപ്പെടുന്ന വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മകരരാശിയിലെ ജൂൺ മാസത്തെ ഫലമാണ് ശർമാജി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അടുത്തതായി കുംഭരാശി. അവിട്ടം ഒടുവിൽ 30 നാഴിക, ചതയ നക്ഷത്രം, പൂരുട്ടാതി ആദ്യത്തെ 45 നാഴിക, ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശി കുടം പോലെ എന്നാണ്. കുടത്തിൽ പാമ്പ് കടിക്കില്ല. ഒരുമാതിരിപ്പെട്ട വിഷങ്ങളോ ശത്രുക്കളോ കുടത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെളിലോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് കുടത്തിൽ പാമ്പ് കടിക്കില്ല. ശത്രുക്കളും രോഗങ്ങളൊന്നും അധികമായിട്ട് വരത്തില്ല. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം ഈ രാശിക്കാർ അവനവൻ്റെ ശത്രുക്കളെയും അവനവൻ്റെ രോഗങ്ങളെയും അവനവൻ്റെ പ്രതിരൂപങ്ങളെയും പ്രതിലോമ ശക്തികളെയും പണ്ട് നന്നായിരുന്നു,
ഇപ്പോൾ ഗുണമില്ല എന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെട്ടതും തുരുമ്പിച്ച് കിടക്കുന്നതും പൊടി തട്ടി എടുക്കേണ്ടതായ കാര്യങ്ങൾ, പഴയത് ഉപേക്ഷിക്കപ്പെട്ടത് നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ അതിനെ മൊത്തത്തിൽ ഒന്ന് തുരുമ്പെല്ലാം കളഞ്ഞ് പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് മിനുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാസത്തിൻ്റെ തുടക്കമാണ് 2, 3, 4, 23, 24, 25 തീയതി. അതായത് ഉപേക്ഷിക്കപ്പെട്ടവ, നമുക്ക് തൃപ്തികരമല്ല എന്ന് കണ്ട് ഇരുന്നവ, നഷ്ടത്തിൽ കിടന്നവ, അതുപോലെ തന്നെ ശത്രുക്കൾ, രോഗങ്ങൾ, സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി എന്നിവർ, നമ്മുടെ പഴയ വരുമാന ഉറവിടങ്ങൾ എന്നിവയിലേക്ക് ഡൈവ് ചെയ്തു പോകുന്ന മാസമാണ്. ഡൈവ് ചെയ്തതെന്ന് വെച്ചാൽ മേൽകീഴൊന്നും നോട്ടമൊന്നുമില്ല, ശ്രദ്ധിക്കാൻ നേരെയില്ല. ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം മുന്നിൽ ചില പ്രതിസന്ധികൾ, കറുത്ത തിരശ്ശീലകൾ വീണിട്ടുണ്ട്. ഈ രാശിക്കാർക്ക് തൊഴിൽ മേഖല, കുടുംബ മേഖല, ആരോഗ്യ മേഖല, സ്വന്തം ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി, അതുപോലെ തന്നെ പണമിടപാടുകൾ, ഈ വക മേഖലകൾ ശത്രുക്കളും തടസ്സക്കാരും വെല്ലുവിളികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ജൂൺ 2 മുതൽ നീങ്ങുകയാണ്. ശത്രുവ്യാഴം ഭരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് എല്ലായിടത്തും ശത്രുക്കളൊക്കെ നിൽക്കുന്ന സമയമാണ്. അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും, വിദ്യാർത്ഥികൾക്ക് രോഗം, തടസ്സം, പഠിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യല, മെമ്മറി ഇല്ല, മെഡിറ്റേഷൻ ഇല്ല, ബൈഹാർട്ടാകുകയില്ല, പരീക്ഷ പഠന വേളകളിൽ രോഗമോ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ള പഠിച്ചുകൊണ്ട് പോയത് പ്രയോജനമില്ല ഇവിടെ. കാരണം പേപ്പർ ചോർന്നു പോയി, പിന്നെ രണ്ടാമത് സിലബസ് വന്നു, അപ്പോഴത്തേനും പഠിച്ചതൊന്നുമില്ല. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ, രോഗങ്ങൾ, കുടുംബത്തിലാർക്കെങ്കിലും അനർത്ഥങ്ങൾ, ഇവയെല്ലാം വന്ന് വിദ്യാർത്ഥികൾക്ക് തടസ്സം. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും അതൃപ്തികരമായ ജോലിയും ശമ്പളക്കുറവും അധ്വാനം കൂടുതലും, കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ ശത്രുവർദ്ധനവ്, എത്ര പണം കിട്ടിയാലും തികയാതെ വരുന്ന സമയം, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പണച്ചെലവുകൾ കൂടുക വരുന്ന മാസം, അതായത് ജൂൺ ജൂലൈ മാസങ്ങൾ, പനി, ഉറക്കക്കുറവ് ഇത്യാദികളൊക്കെ വരിക, ശത്രുവർദ്ധനവുകൾ, നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒരു സ്ലോ ആവുക, അതായത് മന്ദീഭവിക്കുക, ഈ വക മേഖലകളാണ് കാണുന്നത്. അത് മുന്നോട്ട് ഒരു വർഷത്തേക്കിന് പലതരത്തിലുള്ള ദുരിതം, രോഗം, ദുഃഖം, ശത്രു, അതായത് ശത്രുക്കൾ തലപൊക്കും, രോഗങ്ങൾ ഉരുണ്ടുകൂടും, സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കും, വരവക്കുള്ള ചെലവുകൾ വരും, സംസാരിക്കുന്നതും പെരുമാറുന്നതും ദൃഷ്ടിയും പരിസരവും സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും എതിരാളികളായിട്ട് ഭവിക്കുന്ന കാലഘട്ടം. നന്മ പറഞ്ഞാലും തിന്മയായിട്ട് വരിക, കുടുംബത്തിലും സഹകരണക്കുറവ്, അനുസരണക്കുറവ് ഇത്യാദികളൊക്കെ വരിക. ഈ വക മേഖലകൾ ജൂൺ മാസം മുതൽ പൊട്ടി പുറപ്പെടുന്നു എന്നാണ്. അതിൽ 2, 3, 4, 23, 24, 25 തീയതികളിൽ രക്ഷാമാർഗം, രക്ഷാകവാടം, രക്ഷകർ രംഗത്ത് വരും. സാമ്പത്തികപരമായിട്ടുള്ള വരവ്, പുതിയ എഗ്രിമെൻറ്റുകൾ, ധനവരവ്, കടബാധ്യതകൾ തീരാനുള്ള പാട്, രോഗത്തിന് ശമനം, അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടും സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളുമായിട്ടും കപട സൗഹാർദ്ദം, ഉള്ളിൽ അമർഷവും, പക്ഷേ വെളിയിൽ കല്യാണത്തിനൊക്കെ പോകുമ്പം സന്തോഷം ഒക്കെ പറയുന്നു, ഉള്ളിൽ കാണിച്ചേക്കാം എന്നുള്ളൊരു വൈരാഗ്യ ബുദ്ധി. ധൃതരാഷ്ട്രാലിംഗനം, നിന്നെ കണ്ടിട്ട് എത്ര കാലമായി അതെല്ലാം കേൾക്കുന്നുണ്ട് കാര്യങ്ങളാണ്, പക്ഷെ ഞെക്കി കൊല്ലാനാണ് തുടങ്ങിയിരിക്കുന്നത്, ഉള്ളിലിരിപ്പതാണ്. കപടമായിട്ടുള്ള സൗഹാർദ്ദം. അപ്പോൾ തിരിച്ചും അതുപോലെയുള്ള സൗഹാർദ്ദമാണ്. അപ്പോൾ രോഗത്തെയും ശത്രുക്കളെയും ദുരിതങ്ങളെയും ധൃതരാഷ്ട്രന്മാരെയും ദുശാസനന്മാരെയും ശകുനികളെയും ഡൈവ് ചെയ്തു പോകുന്ന ഒരു മാസമാണ്. കണ്ടില്ല കേട്ടില്ല പോട്ടെ, ചിലതൊക്കെ കുത്തിയെടുത്തുകൊണ്ട് പോകുന്ന സമയം. അത് പഴയ ആളുകൾ, പഴയ വിശ്വാസികൾ, പഴയ ധനം, തൊഴിൽ മേഖല, സന്തുഷ്ടം, ഇതൊക്കെ മാത്രം അത്യാവശ്യം പേറ്റി പിറക്കി എടുത്ത് മുന്നോട്ട് പോകുന്ന മാസമാണ്. ഒരു വർഷം മുഴുവൻ
ഈ മേഖല മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ മാസം തരണം ചെയ്യാനായിട്ട്. പൊതുവെ ശനി പിഴ തീരാൻ പോവുകയാണ്. വ്യാഴം എന്ന് പറയുന്ന 1000 ദോഷത്തെ ഹനിക്കാൻ ശക്തിയുള്ള ആ വ്യാഴഗ്രഹം ശത്രുസ്ഥാനത്തും ദുരിതസ്ഥാനത്തും ദുഃഖസ്ഥാനത്തും ഒക്കെ മറയുകയാണ്. അതുകൊണ്ട് വ്യാഴപ്രീതിയും ശനിപ്രീതിയും ജ്യോതിഷപ്രകാരം മഹാസുദർശനം, ശനീശ്വരം, ശനിയാഴ്ച വ്യാഴാഴ്ച സൽപ്രവർത്തികൾ, സത്സംഗം, കാരുണ്യ പ്രവർത്തനങ്ങൾ, അന്നദാനം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ജൂലൈ മാസത്തെ ഒരല്പം തീക്ഷ്ണവും അല്പം സന്തോഷപൂർവമായ ചില പുതിയ വിഭവങ്ങളുമായി നേരിൽ കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം. അടുത്തതായി മീനരാശിയാണ്. ശർമ്മജി, മീനരാശിയിലെ ഫലങ്ങൾ എന്തൊക്കെയാണ്? മീനരാശി എന്ന് പറയുന്നത് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ അവസാന പാദം, അതായത് 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം, രേവതി നക്ഷത്രം. രാശികളുടെ ഏറ്റവും അവസാന രാശിയാണ് മീനൻ രാശി. ഈ രാശിയിൽപ്പെട്ടവർക്ക് ജന്മശനി, പഞ്ചമത്തിൽ വ്യാഴം, ഇവ രണ്ടും ഗുണദോഷ സമ്മിശ്രങ്ങൾ ആണ്. എന്തായിരുന്നാലും വ്യാഴസ്ഥിതി വെച്ച് ഈ രാശിയിൽപ്പെട്ടവർക്ക് സ്വന്തക്കാർ, ബന്ധക്കാർ, മിത്രങ്ങൾ, സഹോദര്യ മൈത്രി എന്നിവരുമായിട്ട് വീണ്ടും സൗഹാർദ്ദങ്ങൾ കൈകോർക്കുന്ന ഒരു കാലം. പൊതുവെ ആരോഗ്യം മോശമായിട്ട് വിവിധങ്ങളായ രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുക, ക്ഷീണം, ആലസ്യം, മന്ദത ഇപ്രകാരവും നീർക്കെട്ട്, ഞരമ്പ് രോഗങ്ങൾ, വാതജന്യ രോഗങ്ങൾ എന്നിവയും പിടിപെടാം. അല്പം ഉള്ളവർക്ക് അത് കൂടും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. തൊഴിൽപരമായും സാമ്പത്തികപരമായും ഉന്നതിയിലേക്ക് കിടക്കേണ്ട ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി വസ്തു, ഗ്രഹം, വാഹനം, മംഗല്യ കർമ്മങ്ങൾ എന്നിവയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗം, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ധനസമ്പാദനം, അക്ഷീണ പരിശ്രമം, അവ കണ്ട് ആസ്വദിക്കാനുള്ള, അത് പരിശ്രമിച്ച് വിജയിക്കാനുള്ള ഭാഗ്യങ്ങൾ എന്നിവയും ഈ ജൂൺ മാസം ഉണ്ടാവും. പൊതുവെ അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി പ്രതീക്ഷിക്കാം. പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ലബ്ധി വരും. പക്ഷേ ഒഴുക്കുവെള്ളം പോലെ വരുന്ന പണം മുഴുവൻ കയ്യിലിരിക്കുന്നതും കൂടെ കൂട്ടി ചെലവായി പോകും. ധാരാളം പണം വരും. പൈസ ഒന്നും രൂപയൊന്നും നിലനിൽക്കുന്നതല്ല. വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായിട്ടും ഉരുപ്പിടികൾക്കായിട്ടും കുടുംബ ആവശ്യങ്ങൾക്കായിട്ടും അത് സ്പെയർ ചെയ്യും. എങ്കിലും വരും. പൊതുവെ മാസം തൃപ്തികരമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ, ഉന്നത ജനസഹകരണം, മൈത്രി എന്നിവയും 23, 24, 25 എന്നീ തീയതികളിൽ സംഭാഷണത്തിൽ ശത്രുക്കൾ ഉണ്ടാകുക, പെരുമാറ്റത്തിൽ ശത്രുക്കൾ ഉണ്ടാകുക, ഇടപാടുകളിൽ ശത്രുക്കൾ ഉണ്ടാകുക, കൈവിട്ടുപോയ പ്രവർത്തികൾ, കൈവിട്ടുപോയ വാക്കുകൾ എന്നിവയിൽ പിന്നീട് ഉത്കണ്ഠ, വിഷമം സഹിക്കേണ്ടതായി വരുന്ന കാലം. എങ്കിലും ജൂൺ മാസം പൊതുവെ തൃപ്തികരമായിട്ട് മുന്നോട്ട് വരുന്ന കാലങ്ങൾ അപ്രതീക്ഷിതമായ ധനം, ഐശ്വര്യം മാടി വിളിക്കുന്ന സമയമാണ്. ശനിപ്രീതി വരുത്തുക. അത് ശനീശ്വര പൂജകൾ, ശനീശ്വര ഹോമാദികൾ, ശാസ്താവിന് നീരാഞ്ജന, എള്ള് പായസം ഇത്യാദികൾ, ശനിയാഴ്ച കാരുണ്യ പ്രവർത്തനങ്ങൾ, ദാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ജൂലൈ മാസത്തെ പല നല്ല സംഭവ വികാസങ്ങളും പുതിയ വിഭവങ്ങളുമായി നേരിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ